ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഏവർക്കും സന്തോഷത്തോടുകൂടി ഇന്ന് കടന്നു വന്ന് കർത്താവിനെ പാടി സ്തുതിക്കുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് ദേശത്തിന് നടുവിൽ ഒരു സാക്ഷ്യമുയർത്തുവാനും നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. മറ്റു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നമേ ഒന്നാമതായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസന്മാര്, ദാസിമാര്, വിശ്വാസികള്, സ്നേഹിതര്, ഒത്തിരി ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇന്നിവിടെ എത്തിയവരുണ്ട്, ഇപ്പോഴും യാത്രയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ക്രിസ്തുവേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആദ്യമായി ചോദിക്കുന്നു. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമായി തീരണം എന്ന് നിർണയിച്ച ദൈവത്തിന് സകലവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ, ഈ കൺവെൻഷനെ ആ കർത്തൃകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് തന്നെ സകലത്തിനും ആധാരമായി നമ്മുടെ നടുവിൽ സകലത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ടല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1995 ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിയുടെ ഒരു എളിയ തുടക്കം. ഒരു ചെറിയ മുറി, കൂടി വന്നാൽ 10 പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന ഒരു മുറിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ കൂടിവരവ്. ആ ദിവസങ്ങളിൽ ദൈവം തന്നോട് വലിച്ചടുപ്പിച്ച ഒരു എളിയ കൂട്ടം. പുകഴ്ചകളൊന്നും പറയാനില്ല. തന്നതല്ലാതെ, നിർത്തിയതല്ലാതെ, നടത്തിയതല്ലാതെ മറ്റൊരു പ്രാഗൽഭ്യവും പറയുവാനില്ല പ്രിയപ്പെട്ടവരെ. തുടർന്നങ്ങോട്ട് പഠനത്തിൻ്റെയും വളർച്ചകളുടെയും പാതകളായിരുന്നു. പരിശുദ്ധാത്മാവ് നടത്തി പഠിപ്പിച്ചു, വചനത്തിൻ്റെ വഴിയിൽ നടത്തി പഠിപ്പിച്ചു. അനേക ദിക്കുകളിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം എത്തിക്കണമെന്നുള്ള ആഹ്വാനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിക്കപ്പെടുന്നതിന് മുന്നമേ ഞങ്ങളെ അനേക നാളുകളിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ പ്രാർത്ഥനയുടെ പായിൽ വചനത്തിൻ്റെ വഴിയിൽ കർത്താവ് ഒരുക്കിയെടുത്തു. ഒരുക്കപ്പെട്ടതിന് ശേഷം ദൈവം വഴികളെ തുറന്നു. ദേശങ്ങളിലേക്കുള്ള കവാടങ്ങൾ ഞങ്ങൾക്ക് മുൻപിൽ കർത്താവ് തുറന്നു. ഇന്ന് അനേക ദേശങ്ങളിൽ, ഞാനൊന്നും പേരെടുത്ത് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നവരാരെന്നും ഈ മിനിസ്ട്രി ഏതെന്നും അറിയണമെന്ന് താല്പര്യമുള്ളവർ ചിലരെങ്കിലും കാണുമല്ലോ. ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രി ഇന്റർനാഷണലിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ദിക്കോട് ദിക്ക് ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 13 ഭാഷക്കാരുടെ നടുവിൽ ഇന്ന് തുടർമാനമായിട്ട് ശുശ്രൂഷകൾ നടക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ശുശ്രൂഷകളുടെ പിൻബലമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രം. അതിന് ഞങ്ങളെ സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ഇപ്പോഴും നിങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് 24 മണിക്കൂറും ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ ഓൺലൈനിലുണ്ട്, അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അത് വിവിധ ഭാഷകളിലാണ്, വിവിധ ദേശങ്ങളിൽ നിന്നാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇതിനെല്ലാം ഇവിടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കിടങ്ങന്നൂർ ആസ്ഥാനമായിരിക്കുന്ന ഗുഡ് ഷെപ്പേർഡിൻ്റെ ആസ്ഥാന സഭയാണ് ഇത്. ഇവിടെ ചെറിയൊരു കൂട്ടം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ദൂരത്ത് നിന്ന് കടന്നു വന്ന മറ്റു പലരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവര ദീർഘിപ്പിക്കുന്നില്ല. അതിനല്ലല്ലോ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളോടും കൂടെ അറിയിക്കുവാൻ. യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കൈത്തൊട്ടത്, ഞങ്ങൾ അറിഞ്ഞ ജീവന്റെ വചനം അത് ഈ ദേശത്തിന് നടുവിൽ ഉയർത്തുവാൻ
ദേശത്തുള്ളവരോട് ഈ രക്ഷകനെക്കുറിച്ച് പറയുവാൻ ഈ ഒരു അവസരത്തെ വേർതിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ആദ്യത്തില് ദൈവം ഞങ്ങൾക്ക് 2 ദൈവദാസന്മാർക്കും പ്രത്യേക രീതിയിലുള്ള ഒരു വെളിപ്പാട് തന്നു. എന്നോട് റെവലേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ റിവൈവലിനെ കുറിച്ച് പാസ്റ്റർ തോമസ് പി മാത്യുവിനോട് ദൈവം സംസാരിച്ചു. And God combined it together, and that's why you see a heading over here or heading over there, revelation to revival. അതെന്താണെന്ന് ഹല്ലേലൂയ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ഞാനതിലേക്ക് കടക്കുന്നില്ല. അതിന് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഈ കൺവെൻഷൻ കൂട്ടിവരുത്തിയിരിക്കുന്നു. ഒരു കൺവെൻഷനും കൂടെ നടത്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു താല്പര്യവുമില്ല സഹോദരങ്ങളെ. ദൈവശബ്ദം കേട്ടതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഒരു വാക്യം വായിച്ച് ഞാൻ കേൾപ്പിക്കാം. 67-ാം സങ്കീർത്തനം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ചു, ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ജാതീയ മര്യാദക്കാരുടെ നടുവിലും ഘോഷിക്കുവാനായിട്ട് താല്പര്യത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, സഹകരണം ആവശ്യമുണ്ട്. ഈ ദേശം ക്രിസ്തുവിനെ അറിയണം. ഹല്ലേലൂയ. ആരും ക്രിസ്തുവേശുവിനെ അറിയാതെ നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ പാടില്ല. യേശു എന്ന ഏക രക്ഷകൻ, ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നടുവിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം. അതത്രേ ഇവിടെ ഘോഷിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഘോഷിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ ഒരു വാക്ക്, ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സകല കാര്യങ്ങളും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന രഹബോത്ത് ഗോസ്പൽ മ്യൂസിക് മീഡിയ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ദം. 2023 ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇന്ത്യയുടെ ദേശാദേശങ്ങളിൽ കടന്നുപോയി നടന്ന് പ്രാർത്ഥിക്കണമെന്നൊരു ആലോചന ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ പ്രെയർ വാക്കിനായിട്ട് കടന്നുപോയതിൻ്റെ കൂട്ടത്തിൽ ആൻഡമാൻസിലേക്കും കടന്നു പോകുവാൻ ദൈവം കൃപ ചെയ്തു. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കണ്ടുമുട്ടിയ ദൈവത്തിൻ്റെ ദാസനാണ് പാസ്റ്റർ ജോൺസൺ ഡാനിയൽ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുന്ന മ്യൂസിഷ്യൻസും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അവരെയും ഈ കൂട്ടായ്മയുടെ നടുവിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയുടെ പിന്നിൽ ഏകലക്ഷ്യം മാത്രം, ഏകലക്ഷ്യം, അതിൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. തുടർന്നുള്ള സമയം നിങ്ങളുടെ പ്രാർത്ഥനയേറിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
വചനത്താൽ എന്നെ കഴുകിയിടണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. മുൻവഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. 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 Praise Lord. Check. Amen. Praise the Lord. Praise Lord. Hallelujah. Hallelujah. നമ്മൾ അവസാനമായി പാടിയ പാട്ടുണ്ട്, നന്ദി കൊണ്ട് എന്നെ ഉള്ളം നിറയുന്നു. हमने अंत में जो गीत गाया उसकी पंक्तियां ये कहते हैं कि शुक्र अदा से मेरा दिल भर रहा है. ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. उस गीत में कुछ विचार मेरे मन में आए हैं, वो मैं आपसे बताना चाहता हूं. ഒരുപക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ പരിചയമില്ല, എനിക്കതറിയാം. कुछ लोग होंगे जो मुझसे परिचित नहीं है, पर शायद मुझे जानते होंगे. ഒന്നാമതായി ഞാൻ ഈ നാട്ടുകാരനാണ്. पहली बात, मैं यही का व्यक्ति हूं. എൻ്റെ വീട് ഇവിടെ നിന്ന് കോങ്ങളഞ്ഞിമുക്ക് എന്ന ജംഗ്ഷനിൽ കുഴിക്കാലേക്ക് പോകുന്ന വഴി CSA പള്ളിയുടെ തൊട്ട് അടുത്ത് കാണുന്ന വീട്. എൻ്റെ വല്യപ്പച്ചൻ്റെ പേര് കുഞ്ഞമാച്ചൻ എന്നാണ്. അത് എക്സൈസിൽ ജോലിയായിരുന്നു. എൻ്റെ പപ്പായുടെ പേര് തോമസ് മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം. പി.ടി. കുഞ്ഞെന്നാണ് വീട്ടിലറിയപ്പെടുന്നത്. പെട്ടിരുന്നത് അദ്ദേഹം മുളക്കഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ മാത്തമാറ്റിക്സ് അധ്യാപകനായിരുന്നു. എൻ്റെ അമ്മ മേരി മാത്യു ഇവിടെ മർത്തോമ MTLP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ മൂത്ത മാവിയാണ് കുഞ്ഞോളമാമ. അദ്ദേഹത്തിൻ്റെ അമ്മാമ്മയുടെ മകനാണ് ഷാദൻ ബ്രദർ, മിനി സിസ്റ്റർ ഏതൻ. ആ കുടുംബം എൻ്റെ കുടുംബമാണ്. ഇളയ മാവിയാണ് പ്രിയ സുസ്മാമ, ഇവിടെ ഇരിപ്പുണ്ട്. വടക്കേടത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാനിതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 4 പേർ, എൻ്റെ ഒരു പാപ്പൻ്റെ പേരാണ് അനിയങ്കുഞ്ചാൻ P.T. ചാക്കോ, പാസ്റ്റർ P.T. ചാക്കോ. അദ്ദേഹം മരിച്ചുപോയി റീസെൻ്റ്ലി. നിങ്ങൾ പലരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും.
അദ്ദേഹമാണ് ഈ മിനിസ്ട്രി ഇവിടെ രജിസ്റ്റർ ചെയ്യുവാനും ഈ സംരംഭമൊക്കെ ഇവിടെ ഉണ്ടാകാനും ഈ ചർച്ച ഇവിടെ ആദ്യമായിട്ട് പണിയാനും ഒക്കെ മുഖാന്തരമായത് കർത്താവ് അദ്ദേഹത്തെ എടുത്തുപയോഗിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അനിച്ചായനും സുസ്മായുടെ ഹസ്ബൻഡ് അനിച്ചായനും രണ്ടുപേരുടെ പേര് അനികുഞ്ഞെന്നാണ്. എൻ്റെ ഇളയ ഉപ്പാപ്പൻ പാസ്റ്റർ ബെഞ്ചമിൻ, അദ്ദേഹം മരിച്ചുപോയി. 3 പേരും മരിച്ചുപോയി. ഞങ്ങൾ 4 പേരും കൂടി ഈ പ്ലോട്ട് വാങ്ങിയതിന് ശേഷം 10 വർഷം ഒന്നുമില്ലാതെ വെറുതെ കിടക്കുകയായിരുന്നു. അന്ന് പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നിച്ചതനുസരിച്ച് തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ഇത്. आज जब आप लोग यहाँ पर देख रहे हो, उसका पीछे एक लंबा इतिहास है. इतिहास कहने का यदि मैं संक्षिप्त में बताऊं तो मेरा घर यहीं से कुड़िकाला नामक एक जगह की CSI के चर्च के सामने मेरा घर पड़ता है. मेरा पिताजी यहाँ के एक स्कूल के मैथ्स के टीचर थे. मेरी माता यहाँ के एक स्कूल के हेडमिस्ट्रेस है. वो लोग अभी भी मेरी माता अभी भी वहीं पर काम कर रही है. परमेश्वर का असीम करुणा से मेरे यहाँ पर मौसी यहाँ पर लोग आए हैं. मेरे बड़े भाई और मेरे छोटे भाई और मेरे फूफा जी, उन सबसे मिलाकर हमने यहाँ पर परमेश्वर के भवन का शुरुआत किया है, जो परमेश्वर ने हमें यहाँ तक सही सलामत लेकर आने के लिए मैं परमेश्वर का धन्यवाद करता हूँ. ഞങ്ങളുടെ ബൈബിൾ റീഡിംഗ് കാർഡ് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അതിനകത്ത് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അകത്ത് ഭാഗത്ത് ഏറ്റവും മുകളിലായി. ഇത് ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട സമയത്ത് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യമാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. आप लोग के सॉन्ग बुक में एक छोटा सा एक कार्ड है जिसमें हमारे दार्शनिक चिंता यानी कि हमारा विजन पर्पस जो हमारा चाहत है वो हमने लिखा है. कोलोसियों का पत्री 1 अध्याय का 21वां आयत 1:20, 1 का 21, 1 का 20, 28. ओके, 1 का 28वां. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. जिसका प्रचार करके हम हर एक मनुष्य को जता देते हैं और सारे ज्ञान से हर एक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें. हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करे. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണം. हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें. To present every man perfect in Christ Jesus. അതുകൊണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ പേര് perfectinchrist.org എന്നാണ്. നിങ്ങൾക്ക് പോയി അത് കാണാവുന്നതാണ്. हमारा मकसद यही है कि हर एक व्यक्ति को मसीह के सामने उनको सिद्ध रखे. इसलिए हमारे वेबसाइट का नाम भी यही है, परफेक्ट मेकर, यानी कि सिद्ध Perfect बनाना. in Christ, yeah. परफेक्ट इन क्राइस्ट यानी कि मसीह में सिद्ध करना. ഇവിടെ ഞങ്ങൾ ആദ്യം ഈ ഒരു ചർച്ച് ഹാള് പണിതു. അതിനുശേഷം പാസ്റ്ററിനത് പണിതു. അതിനുശേഷമാണ് കർത്താവ് ദൈവവചന പഠന പ്രക്രിയയെക്കുറിച്ചുള്ള ദർശനം തരുന്നത്. पहले हमने परमेश्वर का कलीसिया बनाया, उसके पश्चात पार्सनेज बनाया, फिर परमेश्वर के दर्शन के हिसाब से हमने यहाँ पर परमेश्वर का वचन सिखाने का आयोजन शुरू किया था. ഇവിടെ 2-ാമത്തെ പാട്ട് ഹിന്ദിയിൽ സഹോദരങ്ങൾ പാടിയത് നിങ്ങൾ എല്ലാവരും കേട്ടു. मैं विश्वास करता हूँ आपने ध्यान दिया होगा, हमारे कुछ भाइयों ने यहाँ पर एक हिंदी गीत गाना गाया था. 2 പേര് യുപിയിൽ നിന്നും, ഒരാൾ മണിപ്പൂരിൽ നിന്നും, ഒരാൾ ആസാമിൽ നിന്നും, 4 പേർ ഒറീസയിൽ നിന്നും ഇപ്പോൾ ഇവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 लोग यूपी से, एक व्यक्ति मणिपुर से, एक आसाम से और 4 लोग ओडिशा से है जो यहाँ पर परमेश्वर का वचन अध्ययन कर रहे हैं. ഈ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്നവർക്കറിയാം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്ന്. ഈ സ്ഥാനത്ത് यहाँ के आसपास के लोगों को पता होगा कि इस स्थान की हालत कुछ साल पहले कैसी थी. ഇവിടെ ഒരു വലിയ 2 നില കെട്ടിടം ഉണ്ടായിരുന്നു. यहाँ पर एक 2 मंजिल की एक बहुत बड़ा इमारत थी. അത് ഇവിടുത്തെ പഴയ ഒരു വലിയ തറവാടായിരുന്നു. और वो एक बहुत पुराना घर हुआ करता था. അതിന്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ഒരു കിണർ മാത്രം പുറകിലുണ്ട്. उसका बस एक कुआं शेषित बाहर बचा हुआ है. അവിടെ 2 പ്രഗത്ഭരായ മക്കളുണ്ടായിരുന്നു. वहां पर भी 2 बड़े बच्चे थे. അവരുടെ ജീവിതം പിശാച് തകർത്ത് കളഞ്ഞു. उनका जीवन को शैतान ने खत्म कर दिया था. ഇന്ന് കർത്താവ് തന്ന ദർശനത്തിന്റെ അനുസരിച്ചുള്ള ഒരു
പ്രസ്താവന ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എവിടെ പിശാച് ജീവിതങ്ങളെ നശിപ്പിച്ചുവോ അവിടെ തന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് ആയിരങ്ങളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷ തുടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തു എങ്കിൽ ഇത് ദൈവത്തിൻ്റെ ദർശനമാണ്. ये परमेश्वर का दर्शन है, क्योंकि जिस स्थान में शैतान ने सर्वनाश करके सब खत्म कर दिया था, ठीक वहीं पर परमेश्वर का वचन सशक्त रूप से अध्ययन करने का एक स्थान परमेश्वर ने उसे रूपांतर कर दिया. ഇന്ന് ഇവിടെ നിന്ന് പോയവർ അനേക സ്ഥാനങ്ങളിലുണ്ട്, यहाँ से कई सारे लोग अलग अलग जगह में जा चुके हैं, അനേക സഭകളുണ്ട്. कई सारे कलिसिया बन चुके हैं. ഞങ്ങൾ ഈ നാളത്തെ രാത്രിയിൽ ഒറീസയ്ക്ക് പോവുകയാണ്. हम कल रात उड़ीसा की ओर जा रहे हैं. 90-ലധികം കുഞ്ഞുങ്ങൾ അവിടെ കടന്നു വന്ന് ഞങ്ങളൊരു VBS നടത്താൻ പോവുകയാണ്. 90 से ज्यादा बच्चे लोग वहां पर आने वाले हैं और वहां पर हम VBS कंडक्ट करने जा रहे हैं. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായി ദൈവത്തിൻ്റെ വേല നടക്കുന്നു. इंडिया के अलग अलग राष्ट्रों में परमेश्वर का सेवकाई बहुत अच्छी तरीके से हो रही है. 2009 കർത്താവ് ഞങ്ങളെ വിളിച്ചിട്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സിയറാലിയോൺ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നുപോയി. परमेश्वर की इच्छा से 2009 में अफ्रीका के दक्षिण भागों में വെസ്റ്റേൺ वेस्टर्न भागों में जाने के लिए परमेश्वर ने हमें सहायता किया. That is one of the poorest countries in the world. वहाँ बहुत सारे जंगल के इलाकों में थे हम. Poorest countries, ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ. वहाँ पर बहुत गरीब देशों में हम गए थे. ഇന്ന് അവിടെ 5 സഭകളും 4 സ്കൂളുകളും ഒരു ഓർഫനേജും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററും കൃപയാൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. वहाँ पर अभी परमेश्वर की इच्छा से लगभग 5 कलिसिया, 4 स्कूल और इत्यादि कई सारी चीजें वहाँ परमेश्वर निभा रहा है. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ വളരെ വർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശങ്ങളായിരിക്കുന്നു എങ്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുവാൻ ഇതുവരെയും ഞങ്ങൾക്ക് ആലോചന ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നടത്തിയില്ല. ये सब मैंने इसलिए बताया क्योंकि कई सारे साल बीतने के बावजूद भी परमेश्वर के दर्शन क्योंकि हमें नहीं मिला, इसलिए हमने यहाँ पर ऐसा एक आराधना शुरू नहीं किया था, ऐसा एक मीटिंग हमने कंडक्ट नहीं किया. ബൈബിൾ പഠിക്കുന്ന സമയത്ത്, ബൈബിൾ തിയോളജി പഠിക്കുന്ന സമയത്ത് പലപ്പോഴും എല്ലാ ബുക്കുകളും ഒക്കെ ഒരുവിധം ടച്ച് ചെയ്യും. ഞാൻ വളരെ സമയമെടുത്ത് ബൈബിൾ പഠിക്കാറുണ്ട്. എന്നാൽ എനിക്കെപ്പോഴും പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ബുക്കായിരുന്നു വെളിപ്പാട് പുസ്തകം. जब भी हम परमेश्वर के वचन अध्ययन करते थे तो अध्ययन करने के दौरान एक किताब, उसका एक पुस्तक मुझे उतना पढ़ने का मन नहीं करता था, जो कि था प्रकाशित वाक्य. എന്നാൽ ഒരു 4 വർഷത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് സംസാരിച്ചു, പഠിക്കണം. परंतु लगभग 4 साल पहले परमेश्वर की आत्मा के प्रेरणा से मैंने वो पुस्तक पढ़ना शुरू किया. അത് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ അന്ത്യകാല പദ്ധതികളെക്കുറിച്ച് എത്ര വ്യക്തമായി പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. जब मैंने वो पढ़ना शुरू किया तो पता चला परमेश्वर के अंतिम दिनों में उनकी योजनाएं क्या क्या पूरी हो चुकी है. ഞാൻ അത് സംസാരിക്കാനല്ല ഇന്നത്തെ സമയം എടുക്കുന്നത്. आज मैं वो बात करने के लिए समय नहीं लेना चाहता. അതിൽ നിന്ന് മനസ്സിലായ ഒരു സത്യം, उससे जो मैं एक सच्चाई समझ चुका हूँ, ഇനി നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവേ ഉള്ളൂ. अब हमारे सामने समय बहुत कम है. ഈ കാലഘട്ടങ്ങളിൽ സഭകൾ ഒരുമിച്ച് നിൽക്കണം, വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം, കർത്താവിൻ്റെ വേല മുന്നോട്ട് പോകണം. इस जमाने में परमेश्वर कलीसिया एक साथ रहना है, परमेश्वर के संत जन को एक साथ रहना है और सेवकाई बढ़ोतरी में होना है. ഒരു സമയത്ത് ക്രിസ്തീയ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രാജ്യങ്ങളൊക്കെ നമ്പി പുറകോട്ട് പോയ സ്ഥാനത്ത് ക്രിസ്ത്യൻ കൺട്രീസ് ऐसा एक क्षण जहां पर मसीही कई सारे राष्ट्र, कई सारे संस्थान अलग अलग क्षेत्रों से वो गिर पड़े हैं. ഭാരതീയരായ നമ്മെ ഇന്ന് കർത്താവ് തന്റെ ആത്മാവിനാൽ നിറച്ച് നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോൾ 1.6 ബില്യൺ ആൾക്കാരുള്ള ഇന്ത്യ ദേശത്തോട് സംസാരിക്കാൻ തന്നെയാണ്. लगभग 1,40 करोड़ से ज्यादा व्यक्ति आबादी जहां पर है, हम भारतीय लोगों को परमेश्वर इस्तेमाल करना चाहता है ताकि उसकी राष्ट्र के, उसकी नाम की महिमा होने पाए. അത് ഞങ്ങൾ മാത്രം ചെയ്യുമെന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കുന്നില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. और ऐसा हम जिद नहीं पकड़ रहे कि वो बस हम ही करना चाहते हैं. ഞങ്ങളാൽ ആവുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. हम यही कोशिश कर रहे हैं कि जितना हमसे हो सके. ആദ്യമായിട്ട് അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് ഒറീസയെക്കുറിച്ച് ദർശനം തന്നു. അന്നാണ് ഗ്രാം സ്റ്റെയിൻസ് അവിടെ കൊല്ലപ്പെടുന്നത്. और जब इस बोझ से जब मैंने प्रार्थना शुरू किया, उसी वक्त उड़ीसा में ग्राहम स्टेन्स की मौत हुई थी.
അപ്പൊ അന്ന് പേടിച്ചിട്ട് ഒറീസയ്ക്ക് പോയല്ലോ, സത്യമായിട്ട് പറയുകയാണല്ലോ. और उस वक्त मैं डर के मारे उड़ीसा में नहीं गया था, मैं सच बता रहा हूँ। പഞ്ചാബിലേക്ക് പോയി. मैं पंजाब की ओर गया था। അവിടെ ദൈവം വേല നടത്തുന്നുണ്ട് ഇപ്പോഴും. वहां पर परमेश्वर अभी भी अपना सेवकाई निभा रहा है। കർത്താവ് ഞങ്ങളെ അവിടുന്ന് തിരിച്ച് ഒറീസയ്ക്ക് തന്നെ കൊണ്ടുപോയി. फिर प्रभु वहां से हमें वापस उड़ीसा की ओर ले आया। ഇന്ന് 30-ലധികം ആരാധനാലയങ്ങൾ അവിടെ ഉണ്ട്. अभी वहां पर 30 से ज्यादा आराधना वहां पर चल रहा है। അനവധി ദൈവമക്കൾ കർത്താവിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. कई सारे लोग मसीह की ओर वो चल फिर आए थे। ചോദിക്കാൻ പ്രശ്നങ്ങളില്ലേ? यदि पूछे कि क्या समस्या नहीं है, വളരെയധികം പ്രശ്നം, बहुत सारे समस्या है എല്ലാം നേരിടുന്നു. और वो सब सामना भी कर रहे हैं। അതിന്റെ മധ്യത്തിലൂടെ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷ്യം എന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. उसके बीच में एक जिंदा मसीह खुदा है, वो एक गवाह के रूप में जी रहे हैं। ഒരു മനുഷ്യർക്ക് നശിപ്പിക്കാൻ പറ്റാത്തതൊന്നുണ്ടെങ്കിൽ യേശുവിന്റെ സാക്ഷ്യമാണ്. यदि कोई मनुष्य सत्यानाश नहीं कर सकता है, वो मसीह का गवाही। ഒരു ഗവൺമെന്റിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല അവന്റെ രാജ്യത്തെ. कोई भी सरकार उस राज्य को नष्ट नहीं कर सकता। സാത്താന്റെ ശക്തിക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. कोई भी शैतान की शक्तियों को वो नाश नहीं कर सकता। എന്റെ യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. वचन कहता है कि मैं अपने कलीसिया को बनाऊंगा। പാതാള ഗോപുരങ്ങൾക്ക് അതിനെ പിടിച്ചടക്കാൻ പറ്റുകയില്ല. अधोलोक के फाटक उसको नहीं थमा सकते। ഇന്ന് ദൈവത്തിന്റെ സഭയെ തകർക്കാൻ പറ്റുമെങ്കിൽ ഒരു ശക്തിക്ക് പറ്റത്തുള്ളൂ, ദൈവമക്കൾക്ക് മാത്രമാണ്. यदि अभी परमेश्वर कलीसिया को नाश कर सकते, वो बस एक चीज है, परमेश्वर के संतजन खुद। അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. इसलिए अंतिम दिनों में हमें एक साथ रहना जरूरी है। ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ സഭ വളരണം. इस अंतिम दिनों में परमेश्वर कलीसिया की बढ़ोतरी होनी चाहिए। വളരെയധികം ആ ഒരു ഭാഗത്ത് ദീർഘിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം മറ്റു പല റീസൺസ് കൊണ്ട്. कई सारे वजहों की वजह से मैं उस चीज में ज्यादा नहीं बताना चाहता। എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. पर मैं आज एक और चीज बताना चाहता हूं। ഞാൻ യേശുവിനെ അറിയുന്നത് 30-ാമത്തെ വയസ്സിലാണ്. मैंने मसीह को मेरे 30वां साल में मैंने जाना था। ഇന്ന് എനിക്ക് 62 വയസ്സുണ്ട്. आज मेरे 62 साल हो चुके हैं। എന്നാൽ ഈ 30 വർഷക്കാലവും യേശുവിന് വിരുദ്ധമായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. लगभग मेरे 30वां साल तक मसीह के विरोध जिंदगी बिताया हुआ एक व्यक्ति हूं मैं। വളരെ കുറച്ചു പേർക്ക് എൻ്റെ പഴയകാല ജീവിതത്തെ അറിയാം. बहुत कम ही लोगों को मेरे पुराने जिंदगी के बारे में पता है। അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത്, എവിടെയൊക്കെ യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി നിന്നയായി ജീവിച്ചു അവിടെയെല്ലാം പോയി യേശുവിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. इसलिए जहां जहां मैं मसीह के नाम के विरोध जिंदगी बिताया, वहां वहां मसीह के नाम के लिए मैं खड़ा हूं। I really want to thank and praise God for Pastor Johnson. मैं पास्टर जॉनसन के लिए मैं धन्यवाद पेश करना चाहता हूं। ഒരു ദിവസം കർത്താവ് ദ്വീപുകളെക്കുറിച്ച്, ഐലൻഡ്സിനെ കുറിച്ച് ഒരു കാര്യം എന്നെ ബോധിപ്പിച്ചു. एक बार परमेश्वर ने मुझे टापुओं के बारे में कुछ चीज बताया मुझे। ഐലൻഡ്സ് ദ്വീപ്. അങ്ങനെ ഐലൻഡുകളെ കുറിച്ചുള്ള ഒരു ബുക്ക് വാങ്ങിച്ച് ലോകത്തിലെ ഐലൻഡുകളെ കുറിച്ചൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. वैसे अलग अलग द्वीपों के बारे में मैंने किताब लिया और वो मैं पढ़ना शुरू किया था। ആ സമയത്താണ് ജോൺ ചാവു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആൻഡമാൻസിൽ പോയി കൊല്ലപ്പെടുന്നത്. और उसी वक्त जॉन चाओ नामक एक जवान व्यक्ति अंडमान में मारा पड़ा था। വളരെ വേദന തോന്നി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ. उस चीज में मुझे बहुत दुख हुआ था कि प्रभु इसमें हम कुछ नहीं कर पा रहे हैं। അവിടേക്ക് നമുക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല, ആരെയും അറിയത്തില്ല. वहां पर हम जा भी नहीं पा रहे और किसी को नहीं जानते थे। അങ്ങനെ പ്രിയപ്പെട്ട ദേവദാസൻ പാസ്റ്റർ ബിജോ ദൈവിക ദർശനം പ്രാപിച്ച് ഇന്ത്യയിലുടനീളം സുവിശേഷം പറഞ്ഞതിന് ശേഷം ആൻഡമാൻസിൽ പോയി ആൻഡമാൻസിന്റെ തെക്ക് മുതൽ വടക്ക് വരെ അദ്ദേഹം മീറ്റിങ്ങുകൾ നടത്തി. और परमेश्वर के दर्शन के द्वारा पास्टर बिजो पास्टर भारत के अलग अलग क्षेत्र में जाकर वचन बता रहे थे। उस समय अंडमान में जा पाए और वहां पर दक्षिण से लेकर उत्तर तक अंडमान के हर एक जगह वो जा पाए। പ്രിയ ദേവദാസനും കുടുംബവും അവരുടെ സഭയും അതിനെ മുഴുവനുമായി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളോട് കൂടെ വന്ന് ഒരു വലിയ ആത്മബന്ധം സ്ഥാപിക്കാനിടയായി. परमेश्वर के दास, उनके परिवार, उनकी कलीसिया हमारे संग अलग अलग क्षेत्र में वचन बताने के लिए आए और उनका बहुत आत्मिक बंधन, एक गहरा प्रेम हमारा साथ हुआ। സത്യം പറഞ്ഞാൽ അദ്ദേഹവും ഈ നാട്ടുകാരൻ തന്നെയാണ്. सच बताओ तो वो भी इसी जगह के है, यहीं के स्वदेश के है। എലന്തൂരിനടുത്തുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. एलंदूर के पास के एक जगह में उनका घर है। കിടങ്ങന്നൂർ ഈ പ്രദേശം വളരെയധികം ദേവദാസന്മാരെ ഭാരതത്തിന് സംഭാവന ചെയ്ത സ്ഥലമാണ്. किडंगन्नूर नामक जगह भारत के
कई भारत को कई सारे परमेश्वर के दासों को दिया हुआ एक जगह है അനവധി സഭകൾ ഇവിടെയുണ്ട്. कई सारे कलीसिया यहाँ पर है അനവധി പേർ ഇനിയും രക്ഷിക്കപ്പെടാനുമുണ്ട്. कई सारे लोगों को उद्धार और भी पाना है അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. इसलिए आज हम वचन की सेवगाई की ओर चलते हैं ഈ ഹിന്ദി ട്രാൻസ്ലേഷനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിപ്സൺ ഇവിടെ സംസാരിച്ചു. हिंदी के अनुवाद के बारे में परमेश्वर के दास जिप्सन ने यहाँ पर बताया എന്നാൽ ഇന്ന് ഈ സമയത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ഓൺലൈനിലുള്ള ഇന്ത്യയുടെ 10ഓളം സ്റ്റേറ്റുകളിൽ നമ്മുടെ എല്ലാ സഭകളിലും ഇവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. भारत के लगभग 10 राष्ट्रों से कई सारे लोग हमारे ये प्रचार आज सुन रहे हैं അവർക്കിത് മനസ്സിലായേ പറ്റും. उनको ये प्रचार समझना जरूरी है ഹിന്ദിയിൽ സംസാരിക്കാൻ അല്പസ്വല്പമേ എനിക്ക് പറ്റുകയുള്ളൂ, ഒത്തിരി ഫ്ലുവൻ്റ് ആയിട്ട് പറ്റുകയില്ല. കർത്താവിൻ്റെ ദാസനെ ഒരുക്കി അതിനായിട്ട് കർത്താവിന് നന്ദി കരേറ്റുന്നു. हिंदी में मैं संक्षिप्त से बता पाता हूं परंतु परमेश्वर के दास को परमेश्वर ने आयोजित किया इसलिए परमेश्वर का धन्यवाद करता हूं ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വചനത്തിന്റെ ഭാഗം തന്നെ എടുത്ത് അല്പമായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. इन दिनों में परमेश्वर का आत्मा जो मुझसे बात कर रहा है उस विषय से आपसे बताकर मैं अपना समय में बैठना चाहता हूं വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ആധാരമായിട്ട് എടുക്കുന്നു. प्रकाशित वाक्य 22वां अध्याय का उसका 17वां आयत की ओर अपना ध्यान ले जाना चाहता हूं വരുക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരുക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. आत्मा और दुल्हन दोनों कहती है आ, और सुनने वाले भी कहे आ, जो प्यासा हो वो आए और जो कोई चाहे वो जीवन का जल सेंत मेंत ले. പ്രാർത്ഥിക്കാം. आइए हम സ്നേഹിക്കുന്ന प्रार्थना करें. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണം. ഈ പന്തലിനകത്ത് കേൾക്കുന്നവരും ഈ മൈക്രോഫോൺ അതിൻ്റെ ശബ്ദവീജിയിലൂടെ കേൾക്കുന്നവരും ഓൺലൈനിലൂടെ കേൾക്കുന്നവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളെ തട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അടയങ്ങളൊന്നുമില്ല, ആരുമില്ല എന്ന് സമ്മതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്നതല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല കർത്താവേ. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങളൊന്നറിയുന്നു, ഞങ്ങളുടെ യേശു ജീവിക്കുന്നു. ഞങ്ങളുടെ യേശുവിൻ്റെ സഭയുടെ മേൽ ഒന്നിനും അധികാരമില്ല, ഒന്നിനും അതിനെ തകർക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് വചനത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പിശാചിൻ്റെ ശക്തികളെ തകർത്ത് കളഞ്ഞിട്ട് ജീവിതങ്ങളുടെ മേൽ വലിയ ആഴത്തിലുള്ളൊരു വെളിപ്പാട് കൊടുത്ത് അവരെ കർത്താവെ ഒരു റിവൈവലിലേക്ക് നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രകാരം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. प्रकाशित वाक्य परमेश्वर के कलाम का आखिरी पुस्तक है. അത് ആർക്ക് വേണ്ടി എഴുതിയെന്ന് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നുണ്ട്. वो किसके बारे में लिखा गया है वो पहला अध्याय का पहले आयत में लिखा है. അവിടെ എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. यहाँ पर लिखा है यीशु मसीह का प्रकाशित वाक्य. The revelation of Jesus Christ. यीशु मसीह का प्रकाशित वाक्य. और 65 പുസ്തകങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നു, എന്റെ പുത്രനായ യേശു ജീവിക്കുന്ന വ്യക്തിയാണ്. लगभग 65 पुस्तकों में प्रभु यीशु मसीह के बारे में बताकर आखिरी पुस्तक में यीशु मसीह जिंदा खुदा है उसके बारे में बताने वाला है. റെവലേഷൻ, അപ്പോക്കാലിപ്സിസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥം വെളിപ്പെടുത്തൽ, മറനീക്കൽ. प्रकाशित वाक्य का यूनानी में ये शब्द है अपोकैलिप्स. उसका मतलब है कुछ चीज का भेद प्रकट करना. 1-ാം വാക്യം മാത്രം വായിക്കട്ടെ. उसका पहला आयत में पढ़ना चाहता हूं. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് यीशु मसीह का प्रकाशित वाक्य വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. जो उसे परमेश्वर ने इसलिए दिया कि अपने दासों को वो बताए जिनका शीघ्र होना अवश्य है, दिखाए, और उसने अपने स्वर्गदूत को भेजकर उसके द्वारा अपने दास यूहन्ना को बताया. ദൈവം യേശുവിന് കൊടുത്തു, യേശു ദൂതന് കൊടുത്തു, ദൂതൻ യോഹന്നാന് കൊടുത്തു, യോഹന്നാൻ നമുക്ക് വേണ്ടി അത് എഴുതി വെച്ചിരിക്കുന്നു. परमेश्वर ने यीशु को दिया, यीशु ने स्वर्गदूत को दिया, स्वर्गदूत ने यूहन्ना को दिया, और यूहन्ना से पूरी संसार को पता चला. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയമെടുത്തിരിക്കുന്നു. दूसरा आयत में लिखा है जिसने परमेश्वर के वचन, धन्य है वह जो भविष्यवाणी के वचन को पढ़ता है, जो सुनते हैं और इसमें लिखी हुई बातों को मानते हैं क्योंकि समय निकट है.
സോ അനവധി കാര്യങ്ങൾ യേശു ആരെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. प्रकाशित वाक्य में यीशु कौन है उसके बारे में बताया गया है. എന്നാൽ നമ്മൾ ഈ വായിച്ച ആധാരവാക്യത്തിൽ നിന്ന് ഒരു കാര്യം ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശു ജീവന്റെ ഉറവിടമാണ്. परंतु हमने जो आयत पढ़ा उससे मैं ये कहना चाहता हूं कि यीशु जीवन का स्रोत है. 17 വാക്യം നമ്മൾ വായിച്ച 22:17 പറയുന്നു, हमने 22 का 17 जो अभी पढ़ा, ദാഹിക്കുന്നവൻ വരട്ടെ, जो प्यासा हो वो आए, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. और जो कोई चाहे वह जीवन का जेल सेंत मेंत ले. So we want to introduce to you, to everybody who hears us today, that Jesus is somebody who can give you life. आज जो मेरे वचन सुन रहे हैं, जहां तक मेरी वाणी पहुंच रही है, वहां मैं आपसे ये बताना चाहता हूं कि यीशु मसीह वह व्यक्ति है जो आपको जीवन दे सकता है. എന്നാൽ 17 വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ 2 വരിക പറയുന്നുണ്ട്. परंतु 17वां आयत के पहले भाग में 2 बार आ करके बुलाया है. സ്പിരിറ്റ് ആൻഡ് വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. पहले आ करके आत्मा और दुल्हन दोनों कहती है. മണവാട്ടി പുതിയ യെരൂശലേം, दुल्हन जो है नया यरूशलेम, അതിനകത്ത് സഭയുണ്ട്. उसमें कलीसिया है. അപ്പൊ സഭ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശുവിനോട് പറയുന്നു, യേശുവേ വരേണമേ. तो कलीसिया आत्मा के साथ मिलकर प्रभु यीशु मसीह कह रहे हैं कि तू आ. 7 വാക്യം പറയുന്നു, യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. 7वां आयत में यीशु कहता है, देख मैं शीघ्र आता हूं. 12 വാക്യത്തിൽ യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. 12वां आयत में यीशु कहता है, देख मैं शीघ्र आता हूं. അപ്പൊ 17 വാക്യത്തിൽ സഭ ആത്മാവിനോട് ചേർന്ന് പറയുന്നു, വരിക. इसलिए 17वां आयत में कलीसिया आत्मा के संग मिलके कह रहा है कि तू आ. 20 വാക്യത്തിൽ വീണ്ടും പറയുന്നു, അതാ ഞാൻ വേഗം വരുന്നു. और 20वां आयत में यीशु फिर कहता है कि देख मैं शीघ्र आता हूं. എന്നാൽ 17 വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുന്നത്, परंतु 17वां आयत में एक और एक चीज बताया गया है, കേൾക്കുന്നവനും പറയട്ടെ വരിക. सुनने वाले भी कहे कि तू आ. ഈ കേൾക്കുന്നവരായ നമ്മൾ ഈ ലോകത്തോട് പറയാൻ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ അടുത്തേക്ക് വരിക. सुनने वाले जो हम हैं, हम भी संसार को ये बोलने पाए कि तू यीशु मसीह के पास आ. ആദ്യത്തെ ഭാഗത്ത് സഭ യേശുവിനെ പറയുന്നു, കം ലോർഡ് ജീസസ്. पहले भाग में कलीसिया प्रभु यीशु मसीह कह रहा है कि तुम जरा आओ. എന്നാൽ കേൾക്കുന്ന സഭ ലോകത്തോട് പറയുന്നു, കം ടു ലോർഡ് ജീസസ്. परंतु सुनने वाले कलीसिया संसार को कहता है कि तुम यीशु के पास आओ. യേശുവേ വേഗം വരണമേ, पहले यीशु हे तू शीघ्र आ, യേശുവിലേക്ക് വേഗം വരണമേ. फिर तुम यीशु की और शीघ्र जाओ. ഇന്ന് രാത്രികാലം നമുക്ക് പറയാനുള്ളത്, आज रात हमसे प्रभु यीशु मसीह ये कहता है, യേശുവേ വേഗം വരണമെന്ന് പറയുമ്പോൾ हम जब कहते हैं कि हे यीशु तू शीघ्र आ, നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിക്കണം. हमारा दिल खुशी से भरने ഈ पाए. കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയങ്ങൾ തീരാൻ ये പോവുകയാണ്. सारे संकट के दिन समाप्त होने के दिन आ ഈ गए हैं. പെർസിക്യൂഷൻസ് തീരാൻ പോവുകയാണ്. सारे पीड़ा खत्म होने के दिन आ गए ഈ हैं. രോഗത്തിന്റെ അവസ്ഥകൾ തീരാൻ പോവുകയാണ്. संसार के बदलावट में आने वाली है. യേശുവിനോട് കൂടെ നിത്യതയിൽ സ്വർഗത്തിൽ ജീവിക്കുന്ന സമയം प्रभु ആസന്നമായിരിക്കുന്നു. यीशु मसीह के साथ अनंत काल का जिंदगी बिताने का समय आ गया है. എന്നാൽ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കാൻ മാത്രമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. परंतु वैसे खुशी के साथ जीने के लिए ही नहीं प्रभु ने हमको We बुलाया have है. an equally important responsibility. उसके बराबरी में हमारा कर्तव्य यही है. ലോകത്തോട് പറയാനുള്ളത്, യേശുവിലേക്ക് വരിക, हमें संसार से भी कहना है कि तुम यीशु की ओर आओ. യേശുവിലേക്ക് വരിക. तुम यीशु की ओर आओ. യേശു ആരാണ്? यीशु कौन है? അവൻ ജീവന്റെ वो ഉറവിടമാണ്. जीवन का स्रोत है. അവൻ ജീവജലം തരുന്നവനാണ്. वो जीवित जल देने वाला व्यक्ति है. 17 വാക്യം പറയുന്നു, 17वां आयत क्यों कहता है? സൗജന്യമാണിത്. वो सेंत में देता है. സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഒന്നും കൊടുക്കേണ്ട, യേശുവിന്റെ അടുക്കേക്ക് വരിക. സൗജന്യമായി ജീവജലത്തിന്റെ ഉറവ അവൻ നിന്റെ ഉള്ളിൽ തരാൻ പോവുകയാണ്. हे भाइयों, तुम्हें यीशु की ओर कुछ नहीं देना, वो तुम्हें फ्री में, वो तुम्हें सेंतमेत में अपना जीवन का जल देना चाहता है. യോഹന്നാൻ സുവിശേഷം 6:37 യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ നീ വന്നാൽ ഉപേക്ഷിക്കത്തില്ല. यूहन्ना का सुसमाचार 6 के 37 में लिखा है कि जो मेरे पास आता है उसको मैं जीवन का जल दूंगा. യോഹന്നാൻ 3:16 നമുക്കെല്ലാം അറിയാം. यूहन्ना का 3 का 16 हम सब जानते हैं. എന്നാൽ ഇതിന്റെ 17 ഇങ്ങനെ പറയുന്നു, परंतु उसका 17 ये कहता है, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് परमेश्वर ने अपने पुत्र को संसार में जो भेजा है, ലോകത്തെ വിധിക്കുവാനല്ല, संसार को दंड देने के लिए नहीं, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ताकि प्रभु यीशु मसीह से संसार को उद्धार प्राप्त मिले. യേശുവിന്റെ വിളി ഒത്തിരി നാൾ ഞാനും കേട്ടതാണ്. यीशु मसीह से मैंने भी बहुत कुछ सुना है. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. मैंने भी बहुत कुछ अभी याद करता हूं. പുഴിക്കാരയിൽ നിന്ന് ഇവാഞ്ചലിക്കിലെ ചില അപ്പച്ചന്മാർ ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു. कुड़िकाला से कई सारे दादा लोग, कई सारे लोग जो बुजुर्ग हैं, वो एक बार मेरे घर आए थे. എന്നെ അമ്മ അവിടെയും പഠിപ്പിച്ചതാണ്. मेरी माता वहां भी टीचर थी, അതുകൊണ്ട് ഗ്രേസി സാറിന്റെ മോനെ കാണാനായിട്ട് വന്നതാണ്. इसलिए ग्रेसी सर के बेटे को मैं देखने के लिए गया था.
വന്ന് അവർ ശാന്തമായിട്ട് എന്നോട് സംസാരിച്ചിട്ട് സുവിശേഷം പറഞ്ഞു. और वो जब बात कर रहे थे उन्होंने सुसमाचार बताया. എനിക്ക് ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, मुझे अभी भी वो बात याद है. അത്രയും പ്രായമുള്ള ആ വ്യക്തികളെ बहुत बुजुर्ग व्यक्ति जो थे, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. मैंने उनको मेरे घर से निकाल दिया. എനിക്ക് സങ്കടമുണ്ട്, मुझे अभी बहुत खेदित हो रही है, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു पर मैं आज समझ पा रहा हूँ അവരെന്നോടൊന്നും മറുത്തു പറഞ്ഞില്ല. उन्होंने मुझे जवाब उल्टा कुछ नहीं दिया था. അവർ ശാന്തമായിട്ട് എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. वो शान से खड़े हुए और मेरे लिए प्रार्थना किया എന്നിട്ട് അവരങ്ങ് പോയി. और वो चल बसे. കർത്താവിന്റെ സമയത്ത് प्रभु का जब समय आया था, കർത്താവിനെ പിടിച്ചു. प्रभु ने मुझे पकड़ा. അത് പ്രത്യേക സാഹചര്യത്തിലൂടെയായിരുന്നു, वो एक खास अवसर में था, അത് ഞാനിവിടെ പറയുന്നില്ല. वो मैं अभी नहीं बताना चाहता. എന്നാൽ അത് കർത്താവിനെ തൊട്ടു. फिर प्रभु ने मुझे छुआ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. और मैं अच्छे से जानता हूँ. വളരെ ചെറിയൊരു കൂട്ടമായിട്ട് ഞങ്ങൾ തുടങ്ങി. बहुत छोटा सा एक झुंड में हमने शुरू 10 किया था. താഴെ അംഗങ്ങൾ. 10 से कम लोग थे. ഇന്ന് വാട്ട് എവർ യു സീ, और आज आप जो भी देख पा रहे हो, കർത്താവിന്റെ പ്രവൃത്തി മാത്രം. वो केवल प्रभु का काम है. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. यूहन्ना सुसमाचार पहला अध्याय का 4था आयत में लिखा है कि उसमें जीवन था ജീവൻ മനുഷ്യരുടെ और വെളിച്ചമായിരുന്നു. जीवन मनुष्य का ज्योति था. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. परमेश्वर यीशु मसीह कहता है कि मैं जीवन का रोटी हूँ. പക്ഷെ ഈ ജീവൻ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ पर ये जीवन यदि हम पर बहकर आना है तो യേശുവും നമ്മളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കണം, ഒരു എൻകൗണ്ടർ നടക്കണം. यीशु मसीह और हमारा एक एनकाउंटर, एक मेल मिलाप, एक मिलन होना चाहिए. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഒരു കാലത്ത് യേശുവിന് വേണ്ടി തീഷ്ണതയോടെ ഓടിയവരായിരിക്കാം. हो सकता है कि मुझसे सुनने वाले कई सारे लोग यीशु मसीह के लिए कुछ समय में बहुत उत्तेजित और ऊर्जा समेत वो काम कर रहे थे. ഇന്ന് കർത്താവിന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു വിഷയമുണ്ട്. परंतु आज प्रभु आपसे एक बात करना चाहता है. മടങ്ങി വരിക. आप वापस आओ. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. मत्ती 11 का 28 में यीशु ये कहता है कि हे बोझ उठाने वाले और परिश्रम करने वालों, मेरे पास आओ, मैं तुम्हें विश्राम दूंगा. എന്നാൽ ഇതിന് അടുത്ത വാക്യം പറയുന്നു, और उसके दूसरे पद में ऐसा लिखा है, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് കേട്ടു പഠിക്കുവീൻ, എന്നാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. मेरे जुआ उठाओ और तुम लोग मुझसे सीखो तो तुम अपने प्राण में शांति पाओगे. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ वहां പറഞ്ഞിരിക്കുന്നത്. पर दो चीजें बताया है. ഇന്ന് നമ്മളെല്ലാവരും വന്നു, आज हम सब लोग यहाँ पर आए हैं, മനോഹരമായ ഗാനങ്ങൾ പാടി हमने बहुत अच्छे गीत गाए, നമ്മൾക്ക് ആശ്വാസം ലഭിച്ചു. हमको अच्छा लगा. പക്ഷെങ്കിൽ അവന്റെ നുകമേറ്റ് പഠിക്കാൻ തുടങ്ങിയാൽ, परंतु यदि उसके जुए लेकर हम सीखना शुरू करेंगे तो आमेन, അവിടെ നമ്മൾ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങും. वहां पर हम शांति, हम विश्राम ढूंढ पाएंगे. എന്നാൽ യേശുവിന്റെ നുകം ഏൽക്കണമെങ്കിൽ पर यदि यीशु मसीह का जुआ तुम्हें अगर उठाना है तो പല നുകങ്ങളും ഇന്ന് പലരുടെ മേൽ കിടക്കുകയാണ്. बहुत सालों का जुआ बहुत सालों के कंधों में पड़ा हुआ है. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, पर आज रात में प्रार्थना करता हूँ, ലോകവും പിശാചും ജഡവും शैतान, संसार और शरीर വെച്ചിരിക്കുന്ന നുകങ്ങളെ തകർത്തുകൊണ്ട് जो आपके कंधों में जुए रखे हुए हैं उसको तोड़कर യേശുവിന്റെ നുകം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം यीशु मसीह का जुआ को स्वीकार करने के लिए ചിലരെ ഇന്ന് കർത്താവ് മാടി വിളിക്കുകയാണ്. आज कुछ प्रभुओं को बुला रहा है. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. हमारा संसार में यहाँ पर ऐसे जीवन समाप्त होने के लिए नहीं है. കർത്താവിന്റെ സമയം വരെ ഈ ജീവനോടെ ഇരുന്നിട്ട് प्रभु के आगमन तक जिंदा रहते हुए ഓ യേശുവിലേക്ക് വരിക എന്ന് ചിലരോട് പറയുവാൻ നമുക്കൊരു അവസരം കർത്താവ് തന്നിരിക്കുകയാണ്. यीशु मसीह की और चलो वापस आओ कहने का एक अवसर प्रभु हमको दे रहा है. യോഹന്നാൻ സുവിശേഷം 5:40 പറയുന്നു, यूहन्ना सुसमाचार 5 के 40 में ऐसा बताया है, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. मेरे पास वापस आकर जीवन प्राप्त करने का तुम्हारे पास मन नहीं है. ഇന്നൊരു ഉണർവുണ്ടാകണമെങ്കിൽ यदि आज आपको पुनर्जागरण होना है യേശുവിന്റെ तो അടുത്ത് മാത്രമേ ഉണർവ് കിട്ടുകയുള്ളൂ. केवल यीशु मसीह से ही पुनर्जागरण मिलेगा. പാട്ടുകാർക്കല്ല ഉണർവ് തരാൻ പറ്റുന്നത്, गीतकार जागरण नहीं दे सकते, വചനഘോഷണത്തിനല്ല ഉണർവ് തരാൻ പറ്റുന്നത്. वचन के प्रदर्शन में जागरूकता नहीं मिलता. പാട്ടിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി, गीत से जो परमेश्वर का आत्मा मिलता है, വചനഘോഷണത്തിലൂടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി वचन के प्रचार से जो आत्मा का शक्ति मिलता है, നമ്മെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. हमको यीशु मसीह के पास लाने पाए. അവന്റെ അടുത്ത് വന്നാൽ, और जब हम उसके पास आते हैं, അവന്റെ നുകം ഏറ്റെടുത്താൽ उसका जुआ स्वीकार करते ഇന്ന് हैं രാത്രി ആർക്കും ഉണർവ് ലഭിക്കും. और तब होता है हमारा पुनर्जागरण. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് उसके बारे में हमको ऐसा लिखा है, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. यूहन्ना का सुसमाचार 4थे अध्याय में एक व्यक्ति को हम देख पाते हैं.
ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ जब हम उस व्यक्ति के बारे में हम पढ़ते हैं, ഞാൻ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുന്നു. ഒരു വ്യക്തി യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ്. पहला व्यक्ति जिसके बारे में आपको बताना चाहता हूं वो यूहन्ना का सुसमाचार 4वां अध्याय से है. അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, उसके 3रा आयत में ऐसा बात लिखा है, അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. तब वह यहूदियों को छोड़कर फिर गलील को चला. ഒരു പക്ഷെങ്കിൽ വചനം പഠിക്കുന്നവർക്കറിയാം, ഇസ്രായേലിന്റെ മാപ്പിൽ യഹൂദ്യയും അത് കഴിഞ്ഞ് ശമര്യയും പിന്നീട് ഗലീലയും ഉണ്ട്. जो वचन अध्ययन करते हैं वो उसका नक्शा समझ पाते हैं कि पहले यहूदिया होता है, फिर सामरी होता है, फिर गलील का देश आता है. അതിന്റെ 9-ാം വാക്യം പറയുന്നു, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. उसका 9वां आयत में लिखा है कि यहूदी और सामरियों के साथ किसी प्रकार का व्यवहार नहीं होता. അതുകൊണ്ട് യഹൂദൻ സഞ്ചരിക്കുന്നത് സമരിയ ദേശത്തെ വിട്ട് വളരെ ദൂരെയുള്ള വഴിയിലൂടെയാണ്. इसलिए यहूदी लोग सामरी के इलाकों को छोड़कर गलील की ओर जाते हैं. എന്നാൽ ഇവിടെ യേശു ഒരു അത്ഭുതം ചെയ്യുകയാണ്. परंतु यहाँ पर यीशु एक चमत्कार कर रहा है. കാരണം ഒരു വ്യക്തിക്ക് ഉണർവ് കൊടുക്കാൻ യേശു പോവുകയാണ്. एक व्यक्ति को जागरूकता देने के लिए यीशु जा रहा है. ഒരു വ്യക്തിയെ ജീവിപ്പിക്കാൻ യേശു പോവുകയാണ്. एक व्यक्ति को वापस जिंदा करने के लिए यीशु जा रहा ഒരു है. വ്യക്തിയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ യേശു പോവുകയാണ്. एक व्यक्ति को पुनर्स्थान करने के लिए यीशु जा रहा है. അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, उसका तीसरा 4-ാം വാക്യം പറയുന്നു, 4वां आयत में लिखा है, അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. और उसको सामरिया से होकर जाना आवश्यक था. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, उसका अंग्रेजी में ऐसा लिखा है, he had to pass through Samaria. उसको वहां से जाना जरूरी लगा. യഹൂദനായ യേശു ശമര്യയിൽ കൂടെ പോയില്ലെങ്കിൽ ആരും ചോദിക്കത്തില്ല. यहूदी व्यक्ति जो यीशु है वो सामरिया से जाने से कोई पूछेगा नहीं, ആരും ചോദിക്കത്തില്ല. कोई पूछेगा नहीं. എന്നാൽ ഇവിടെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന he had to go through Samaria. पर यीशु के बारे में बताया गया है कि उसको वहां से जाना अवश्य था. I want to tell you something today. मुझे आपसे एक बात कहना चाहता അവിടെ हूं. യേശുവിന് അറിയായിരുന്നു, यीशु जानता है बात തന്റെ സൃഷ്ടിയിൽ ഒരാൾ അവിടെ കടന്നു വരും. कि मेरी वहां पर एक सृष्टि आने वाली है അവൾ കടന്നു വരുന്നത് ഒറ്റയ്ക്കായിരിക്കും. और वो अकेले आने वाली है അവൾ കടന്നു വരുന്നത് നട്ടുച്ചയ്ക്കായിരിക്കും. और वो दोपहर को आने वाली है. എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. मुझे उसको एक संदेश देना जरूरी है. എനിക്ക് അവളെ വീണ്ടും പുനർജീവിപ്പിക്കാനുണ്ട്. मुझे उसको वापस जिंदा करना जरूरी യേശു है. കടന്നു ചെന്നു. यीशु ने ये कहा उससे, ഇത് രാത്രികാലം ആരെങ്കിലും ഇതിനൊക്കെ കടന്നു വന്നുവെങ്കിൽ, आज रात यदि आज ऐसा हुई अवस्था से आया है तो യേശു നിന്നെ കാണുന്ന സ്ഥലമാണിത്. यीशु आपको देखने वाला स्थान है. ये സുക്കാർ എന്ന പട്ടണത്തിലെ കിണറിന്റെ അടുത്ത് सुकार नामक जगह के एक कुएं के पास യേശു കടന്നു വന്നുവെങ്കിൽ, यीशु यदि आया है तो ഞാനത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും എന്നെ കോരിത്തേൽപ്പിക്കുന്ന ഒരു വിഷയം, अध्ययन करते वक्त एक चीज जो मुझे बहुत शक्ति देता है, ആ സമയം പോലും യേശു നിശ്ചയിച്ചു. यीशु को पता था कि वो ठीक समय कौन सा था. കാരണം ഈ വ്യക്തി പകൽ സമയം കടന്നു വരത്തില്ല, രാവിലെ സമയം കടന്നു വരത്തില്ല. क्योंकि ये व्यक्ति भोर के समय नहीं आती है. അവൾ വരുന്ന സമയം യേശുവിന് വ്യക്തമായി അറിയായിരുന്നു. यीशु को पता था कि वो औरत किस वक्त में आती है അവൾ യേശുവിനെ കാണാൻ വന്നതല്ല, और वो यीशु को देखने नहीं आई. യേശു അവളെ കാണാൻ വന്നതാ. यीशु उससे मिलने आया था. ഹല്ലേലൂയ. हालेलुया. എന്റെ യേശു എത്ര വലിയവൻ, मेरा यीशु कितना अच्छा എന്റെ है. യേശു എത്ര സ്നേഹവാൻ. मेरा यीशु कितना प्रेमी है. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, यूहन्ना सुसमाचार का पहला अध्याय का 17वां ന്യായപ്രമാണം बताया മോശ है, മുഖാന്തരം വന്നു, कहता है कि मूसा से व्यवस्था आया है, കൃപയും സത്യവും യേശുവിലൂടെ ലഭിച്ചു. परंतु अनुग्रह और सच्चाई यीशु से मिली है. എപ്പോഴും കൃപയും സത്യവും ഒരുമിച്ചാണ്. हमेशा अनुग्रह और सच्चाई एक साथ होती है. ഗ്രേസ് ആൻഡ് ട്രൂത്ത്. अनुग्रह और सच्चाई. It is the truth of God that sent Adam and Eve out of the Garden of Eden. वो परमेश्वर का सच्चाई है कि आदम और हव्वा को परमेश्वर ने ईदन वाटिका से बाहर निकाला, എന്നാൽ അവന്റെ കൃപയാണ് അവരെ തേടിച്ചെന്നത്. परंतु उसकी अनुग्रह है जो उसको वापस लाया. ഹല്ലേലൂയ. हालेलुया. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ സത്യത്തിനനുസരിച്ച് हो सकता है परमेश्वर की सच्चाई के अनुसार നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപ സ്വഭാവം കടന്നു വന്നുവെങ്കിൽ, आपके जीवन में पाप का एक स्वभाव आया है तो നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഉള്ളിൽ വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. हो सकता है कि आज आपको बहुत सूखा अनुभव हो रहा होगा. The truth of God sent the people out. परमेश्वर की सच्चाई से परमेश्वर उनको भगाता है, But the हटाता है, grace of God called them back. परंतु परमेश्वर अनुग्रह उसको वापस बुलाता ഇന്ന് है. രാത്രികാലം അവന്റെ കൃപ നിങ്ങളെ തേടി വരുന്നു സഹോദര സഹോദരി. आज रात है भाइयों बहनों, परमेश्वर का अनुग्रह तुम्हें ढूंढ के आ रहा है. അവന്റെ കൃപ നിന്നെ തേടി വരുന്നു. परमेश्वर का अनुग्रह तुम्हें ढूंढ के आ रहा ഈ है. മൈക്രോഫോണിൽ കേൾക്കുന്ന സഹോദര സഹോദരി, मुझे सुनने वाले हैं भाइयों और बहनों, മടങ്ങി വരിക. आपको वापस आना जरूरी है. യേശുവിലേക്ക് മടങ്ങി വരിക. यीशु की ओर वापस आना जरूरी है. അവൻ ജീവന്റെ ഉറവിടമാണ്. वो जीवन का स्रोत है. അപ്പൊ ഈ വ്യക്തി ഇവിടെ എത്തിയിട്ട് യേശുവിനെ കാണാനല്ല വന്നത്. यहाँ पर ये स्त्री यीशु से मिलने नहीं आई है. അവിടെ നമുക്കറിയാം യേശു അവളിൽ ഒരു പരിവർത്തനം നടത്തി. यहाँ पर हम देख पाते हैं कि यीशु उसमें एक परिवर्तन करता है. ആ പരിവർത്തനത്തിന്റെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. आज हम उस परिवर्तन के 3 चीजें आज हम देखने वाले हैं. ഇവിടെ നോക്കിയാൽ അവൾക്ക് യേശു ആരെന്ന് അറിയത്തില്ല. पहली बात हम ये देखते हैं कि वो स्त्री नहीं जानती यीशु कौन है. ഈ കൺവെൻഷന്റെ പേരിട്ടിരിക്കുന്നത് റെവലേഷൻ ടു റിവൈവൽ. इस कन्वेंशन का जो थीम है वो है प्रकाशन से पुनर्जागरण तक. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ जब उसको यीशु के बारे में एक प्रकाशन मिला, അവളുടെ ഉള്ളിലൊരു
റിവൈവൽ ഉണ്ടായി. मैन उसके अंदर एक बेदारी होने लगा. ആ റിവൈവൽ ഉണ്ടായപ്പോ അവളിലൂടെ അവളുടെ ഗ്രാമക്കാർ യേശുവിനെ जब അറിയാനിടയായി. उसके अंदर बेदारी हुई तो उसके द्वारा उसके ग्राम में बेदारी फैली. 9-ാം വാക്യം നോക്കിക്കേട്ടോ, അവൾക്ക് യേശുവിനെ ആരായിട്ട് അറിയാമെന്നറിയാമോ? उसके 9वां आयत में देखते हैं कि यीशु उसको कैसे परिचित करती है. അവിടെ പറയുന്നു നീ യഹൂദനാണ്. वो कहती है कि तू तो यहूदी है, കാരണം യഹൂദന്റെ വേഷഭൂഷാദികൾ യേശുവിനുണ്ടായിരുന്നിരിക്കാം. क्योंकि हो सकता है यीशु एक यहूदी के समान उसने अपने कपड़े ഓ, पहने थे. നിനക്ക് എന്നോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. तुम तो मुझसे बात भी नहीं कर सकते हो. ഞാൻ ഒരു സ്ത്രീ, നീ പുരുഷൻ. मैं एक स्त्री और तुम एक पुरुष. ഓ, നിന്നെ കണ്ടാൽ റബായി പോലെ ഇരിക്കുന്നു. तुम्हें तो देखकर लगता है कि तुम एक गुरु हो. ഈ റബായിക്ക് എങ്ങനെ ഒരു പരസ്ത്രീയോട് സംസാരിക്കാൻ പറ്റുന്നത്? एक रब्बी एक गुरु एक दूसरे स्त्री से ऐसे कैसे बात कर सकते നീ हैं? ഒരു യഹൂദനാണല്ലോ, पर तुम तो एक यहूदी हो. നിനക്ക് എങ്ങനെ ശമരിയാക്കാരിയായ എന്നോട് സംസാരിക്കാൻ പറ്റും? तुम मुझसे कैसे बात कर सकते हो जो मैं एक सामरी स्त्री हूँ? യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടില്ലാതിരുന്നത് കൊണ്ട് यीशु के बारे में क्योंकि उसको एक प्रकाशन नहीं था, അവൾ തെറ്റായി इसलिए ധരിച്ചുപോയി. അവൾ തെറ്റായി ധരിച്ചുപോയി. इसलिए उसने उसको गलत समझा. എന്നാൽ യേശു പറഞ്ഞു 10-ാമത്തെ വാക്യത്തിൽ, परंतु 10वां आयत में यीशु कहता है, മലയാളത്തിൽ അത് വായിക്കുമ്പോൾ ഇത്തിരി വ്യത്യാസം വരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു എന്നാണ് മലയാളം ചെയ്തിരിക്കുന്നത്. Listen in English. Jesus answered and said to her, if you knew the gift of God. आमेन. ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, 1. 2, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ദാനം നീ ചോദിച്ചു വാങ്ങുമായിരുന്നു. उसके 10वां आयत में 2 चीज बताया है. पहला, यदि तू परमेश्वर के वरदान को जानती, और दूसरा, और यह भी जानती कि वो कौन है जो तुझे देता है. यस, in Hindi that is correct. तू प्रभु की यदि तू परमेश्वर के वरदान को जानती, വരദാൻ കോ ജാൻതി, ഇഫ് യു ന്യൂ ദ ഗിഫ്റ്റ്. ദൈവത്തിന് കൊടുക്കാൻ ചില ഗിഫ്റ്റുകളുണ്ട്. ഒന്നാമത്തെ ഗിഫ്റ്റ്, അവൻ ജീവനെ കൊടുക്കുന്നവനാണ്. परमेश्वर के पास कई सारे हालेलुया। तोहफे हैं देने को. सबसे पहला है कि वो जीवन तोहफा देता है. രണ്ടാമത്തെ ഗിഫ്റ്റ്, അവൻ രക്ഷ കൊടുക്കുന്നവനാണ്. दूसरा तोहफा ये कि वो उद्धार देने वाला है. ഇതിനപ്പുറത്തൊരു ഗിഫ്റ്റ് ഇല്ല സഹോദരങ്ങളെ. इससे बढ़कर और कोई तोहफा ही नहीं है भाइयों. യേശു പണം കൊടുക്കാൻ വന്നവനല്ല. यीशु आपको पैसा देने के लिए नहीं യേശു आया है. പ്രൊമോഷൻ കൊടുക്കാൻ വന്നവനല്ല. यीशु आपको बढ़ोतरी देने वाला नहीं है. എന്റെ യേശു ജീവന്റെ ദാതാവാണ്. मेरा यीशु जीवन का दाता എന്റെ है. യേശു ജീവന്റെ ഉറവിടമാണ്. मेरा यीशु जीवन का स्रोत है. യേശുവിനെക്കുള്ള വെളിപ്പാട് കിട്ടിയാൽ यदि आपको यीशु मसीह के बारे में प्रकाश നീ मिले അവനോട് ചോദിക്കും, तो आप उनसे पूछोगे അവൻ ജീവൻ തരും, और बोलेगा कि हे जीवन का जल, അവൻ നിത്യരക്ഷ നിനക്ക് തരും. और वो आपको उद्धार देगा. അപ്പൊ അവളുടെ ആ വെളിപ്പാട് ഒന്നുകൂടെ വർദ്ധിച്ചു. तो उसका प्रकाशन और बढ़ गया. അവൾ പറഞ്ഞു, സ്ത്രീ യജമാനനെ, तो वो कहती है हे स्वामी. സർ. स्वामी, यस. ഓ, ചിലതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. कुछ लोग जानते होंगे उसे, കുറച്ച് നോളജ് ഉണ്ട് ഈ വ്യക്തിക്ക്. उसके बारे में कुछ जानकारी है उसे. അപ്പൊ അദ്ദേഹം അവളുടെ ചിന്ത പോയി നോക്കണം. ഉടനെ തന്നെ പാത്രത്തിലേക്ക് ശ്രദ്ധ പോയത്. പാത്രം. तब देखना कि उसका ध्यान गया बर्तन की ओर. അത് അവളുടെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു. वो उसका दूसरा समस्या था. അതായത് അവൾ എപ്പോഴും ഒരു മെറ്റീരിയൽസത്തിലാണ് വിശ്വസിക്കുന്നത്. ഭൗതികത്തിലാണ് നോക്കിക്കൊണ്ടിരുന്നത് वो എപ്പോഴും. उस वक्त हमेशा भौतिक चीजों के लिए, आर्थिक चीजों में उसका ध्यान हुआ करता था. നിന്റെ കയ്യിൽ പാത്രം ഇല്ലല്ലോ, आपके पास तो कोई बर्तन नहीं है, പിന്നെ എങ്ങനെ വെള്ളം കോരുന്നേ? तो आप इस कुएं से पानी कैसे അപ്പൊ निकालोगे? യേശു പറയുന്ന ഒന്നും ഇദ്ദേഹത്തിന് പിടികിട്ടുന്നില്ല. तो यीशु जो बोल रही है वो समझ ही नहीं पा रही है. അവള് കമ്പയർ ചെയ്ത് നോക്കിക്കേ. और जरा एक बार हम अंतर देखने पाए. ജീവന്റെ ഉറവിടമായ യേശു, जीवन का स्रोत जो यीशु मसीह है, നിത്യജീവൻ കൊടുക്കുന്ന യേശു, अनंत काल का जीवन देने वाला यीशु, രക്ഷ കൊടുക്കുന്ന യേശു, उद्धार देने वाला यीशु, ഒരു പാത്രത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ കൊടുക്കുമെന്നുള്ള ചിന്തിച്ചു പോയി. उसको लगा कि एक बर्तन में वो ये सब देगा. അത് അവളുടെ പരിജ്ഞാനമില്ലായ്മയാണ്. ये उसका अनजानपन में है, उसका യേശുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. यीशु मसीह के बारे में जानकारी नहीं हुआ एक अवस्था. യേശു വീണ്ടും പറഞ്ഞു, यीशु मसीह ने फिर दोहराया, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. जो ये जल पिएगा वो फिर प्यासा होगा. അടുത്തതാണ് ഏറ്റവും രസകരമായ സ്റ്റേറ്റ്മെന്റ്. फिर है बहुत दिलचस्प बात, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ परंतु जो कोई उस जल से पिएगा जो मैं ഒരു उसे നാളും दूंगा, ദാഹിക്കുകയില്ല. वो फिर अनंत काल तक प्यासा ना होगा. ഞാൻ കൊടുക്കുന്ന വെള്ളം वरन जो जल मैं उसे दूंगा അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. वो उसमें एक सोता बन जाएगा जो अनंत जीवन के लिए उमड़ता रहेगा. യേശു പറയുന്നത്, यीशु मसीह यो कहता है, ഞാൻ ഉള്ളിനകത്തൊരു കിണർ വെക്കാൻ ശക്തനാണ്. मैं तेरे दिल के अंदर एक कुआं നീ शुरू करना കടന്നു चाहता हूं. വന്നിരിക്കുന്ന പാത്രത്തിന്റെ കണക്കുമായിട്ടാണ്. हो सकता है कि आप एक बर्तन के एक नापते होंगे, ശബന എനിക്ക് തരാൻ പറ്റുന്ന ഒരു കിണറാ. परंतु मैं आपको एक कुआं दे सकता हूं. നിനക്ക് വേണ്ടത് ഒരു പാത്രമാ. आपको एक बर्तन की जरूरत है. ഞാൻ ആരെന്ന് നീ അറിഞ്ഞാൽ, परंतु यदि तुझे पता चले कि मैं कौन സഹോദര हूं, സഹോദരി, യേശു ആരെന്ന് നീ അറിഞ്ഞാൽ, हे भाइयों और बहनों, अगर आपको ഈ पता चले यीशु പാത്രവുമായിട്ട് कौन है, വരത്തില്ല യേശുവിന്റെ അടുത്ത്. तो आप एक बर्तन लेकर यीशु के അവൻ पास നിന്റെ नहीं ഉള്ളിൽ आओगे. കിണർ വെക്കാൻ തയ്യാറാണോ? आपके अंदर
के लिए तैयार है। നിലയ്ക്കാത്ത ജീവന്റെ ഉറവ തരാൻ തയ്യാറായ യേശു आपके अंदर अनंत काल का जीवन देने वाला यीशु ഇന്ന് നിന്നോട് സംസാരിക്കുന്നു. आज आपसे बात करता है, എന്നിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. फिर भी वो समझ नहीं पा रही है। കാരണം ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. और यहाँ पर एक बहुत बड़ा दिक्कत है, അവളുടെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു. उसके जीवन में पाप था। യേശു അതിനെ ആദ്യം ടച്ച് ചെയ്തു. यीशु ने सबसे पहले वही छुआ। ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. उसने कहा कि जाके अपने पति को बुलाओ, അവളുടെ ജീവിതം മുഴുവനും വെളിപ്പെടുത്തി. और उसका पूरा जीवन बता दिया वहां पर। യേശു പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാ. यीशु ने कहा जो तू कह रही है वो सही है। I believe that was a confession, a repentance. वहां पर उसने एक पश्चाताप, एक मन फिराव का एक बात बताया। അപ്പൊ അവൾ പറഞ്ഞു, तब उसने एक बात कहा, നീ ഒരു പ്രവാചകനാ. तू एक भविष्यवक्ता है, നീ യഹൂദനാ, तू यहूदी है, നീ യജമാനനാ, तू प्रभु है, നീ പ്രവാചകനാ. तू भविष्यवक्ता है। അത് പറഞ്ഞപ്പോ വീണ്ടും ആരാധനയുടെ കാര്യം എടുത്തിട്ടു. और जब भविष्यवक्ता तक आ गए तो अब बात आ गई आराधना की। യേശു പറഞ്ഞു, यीशु ने कहा ആരാധിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല, ആ മലലും ഈ മലലും ഒന്നുമല്ല. यहाँ पर आराधना वो पहाड़ ये पहाड़ ऐसा नहीं है। ആരാധിക്കേണ്ടത് ആത്മാവിലാണ്. आराधना आत्मा में होना है, ആരാധിക്കേണ്ടത് സത്യത്തിലാണ്. आराधना सच्चाई में करना है। സത്യം വചനമാണ്. सच्चा वचन है। വചനമറിഞ്ഞ് സത്യത്തിലേക്ക് കടന്നു വന്നവൻ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ യോജിച്ചുള്ള ആരാധനയാണ് ആരാധന. वचन अंदर आकर सच्चाई के बारे में पता होने के बाद आत्मा और सच्चाई से मिलकर जो होता है उसे आराधना कहते हैं। യേശുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. യേശുവൾക്ക് വെളിപ്പെടുത്തി यीशु കൊടുത്തു. ने उसको ये बताया ഈ ദൈവം ആരാ? कि परमेश्वर कौन है। ദൈവം ആത്മാവാണ്. परमेश्वर आत्मा है। ഹല്ലേലൂയ. हालेलुया। ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് इतना बोलने के बाद അവൾ പറഞ്ഞു, ഓ മശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. उसने बोला कि मसीह आएगा, मैंने सुना है। യേശു അവളോട് പറഞ്ഞു, ഞാൻ ആ മശിഹ. आमीन। यीशु ने कहा कि मैं ही मसीह हूँ। I believe everything broke out inside of her. उसके अंदर के सब कुछ टूट कर बिखर गया था। അവൾ ആ പാത്രം അവിടെ വെച്ചു. तब तो उसने बर्तन फेंक दिया। അവൾ ആ പാത്രത്തിനകത്തുള്ള മെഷർമെന്റ് നിർത്തി. उसने उस बर्तन के अंदर का उद्धार को रोक दिया। അവളുടെ ബുദ്ധിയിലുള്ള മെഷർമെന്റ് അവൾ നിർത്തി. उसने अपने बुद्धि की चीजों को वहां रोक दिया അവൾ നേരെ അവളുടെ ഗ്രാമത്തിലേക്ക് ഓടി. और वो शीघ्र अपने गांव की ओर भागी। അവളുടെ വായിൽ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. उसके मुंह के अंदर एक ഓ, ഞാൻ सुसमाचार है। ക്രിസ്തുവിനെ കണ്ടെത്തി. मैंने मसीह को पा ഞാൻ लिया। ക്രിസ്തുവിനെ കണ്ടെത്തി. मैंने मसीह को पा വന്ന് लिया। കണ്ടീൻ. मैंने अपने ഓ, आंखों से വന്ന് देखा। കണ്ടീൻ. जरा आकर ഇന്ന് देखो। ലോകത്തോട് വിളിച്ചു പറയുവാൻ, ആ ഇന്ന് ഭാരതദേശത്തോട് വിളിച്ചു പറയുവാൻ നമുക്കൊരു മെസ്സേജേ ഉള്ളൂ. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. संसार को बताने के लिए हमारे पास एक संदेश है कि मैंने मसीह को देख लिया, आओ जरा उसको देखो। ഹല്ലേലൂയ. हालेलुया। അവള് പറയുകയാ, वो ये कहती है നീ യഹൂദനല്ല, तू यहूदी नहीं है, നീ യജമാനനല്ല, तू केवल एक स्वामी नहीं നീ है, പ്രവാചകനല്ല, तू केवल एक भविष्यवक्ता नहीं നീ है, ആരാ? फिर तू कौन है? നീ ക്രിസ്തുവാ. तू मसीह എത്ര है। പേർക്ക് ഒന്ന് ഉള്ളി തട്ടുന്നുണ്ട്? क्या आज आपके मन में शांति नहीं है क्या? ക്രിസ്റ്റോസ്, मसीह, क्रिस्तोस, മശീഹ, मसीहा, यस, anointed one. जिसका मतलब है कि अभिषेक किया गया हुआ व्यक्ति, അഭിഷേകം തരാൻ വന്നവനവൻ. अभिषेक देने वाला व्यक्ति है वो। രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, आज रात में सुनने वाले हैं भाइयों രാത്രിയുടെ മേൽ बहनों, പകരപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയിൽ അഭിഷേകത്തെ നിറയാൻ പോവുകയാണ്. रोकने वाली शक्तियों से आपको अभिषेक भरने वाला है। ചില പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് പൊട്ടിമാറാൻ പോവുകയാണ്. कुछ पाप के बंधनों से आपको मुक्त करने वाला है। ചില ഭൗതിക ചിന്തകളിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. कुछ आर्थिक विचारों से आपको हटाने वाला है। ആ 12 മണിക്ക് എന്താ അവൾ വന്നെന്നറിയാമോ? 12 മണിക്ക് എന്താ വന്നെന്നറിയാമോ? ऐसा क्यों है कि वो 12 बजे को ही आई थी? അവൾക്ക് പേടിയായിരുന്നു. क्योंकि उसको डर था। ആരെ പേടി? किससे डर था? മനുഷ്യരെ പേടി. उसको मनुष्यों से डर ആ था ഭയം അവർ നീക്കിക്കളഞ്ഞു. और वही डर उसको हटा दिया। എബ്രായർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു എന്ന യേശു. वचन कहता है कि मृत्यु के भय से जो लोग ग्रसित थे उनको यीशु ने छुड़ा दिया। എങ്ങനെ അറിയാം ഭയം മാറിയെന്ന്? उसके अंदर से भय को कैसे हटाया അവൾ गया? നേരെ അവരുടെ ഗ്രാമത്തിൽ ചെന്നു. वो सीधा अपने गांव की ओर गई ഈ थी। ഗ്രാമക്കാരെ ഭയന്നാണല്ലോ ഉച്ചയ്ക്ക് വന്നത്. ये वही गांव लोग से डरकर ഇപ്പൊ അവളിൽ ഭയമില്ല. अभी उसको डर नहीं है। അവൾ നേരെ കടന്നു ചെന്നു. वो सीधा भाग कर गई थी। കാര്യം എന്തെന്നറിയാമോ? और उसका वजह क्या है? അവളുടെ ഉള്ളിലൂടെ ഒഴുകി ഇറങ്ങുന്നത് ജീവന്റെ ആത്മാവിന്റെ ശക്തിയാ. उसके अंदर जो बह के निकल रही है वो जीवन आत्मा की शक्ति थी। അവരുടെ ബുദ്ധിക്കകത്ത് മുഴുവനും उसके दिमाग के अंदर पूरा അവളുടെ ഓൺ ചിന്തയായിരുന്നു. बस एक विचार था। ഇപ്പോൾ അവളുടെ ബുദ്ധിക്കകത്ത് और अभी उसके दिमाग के अंदर ഭൗതികവാദമല്ല, कोई आर्थिक बातें नहीं है। അവളുടെ ഉള്ളിൽ ബുദ്ധിക്കകത്തുള്ളത് उसके दिमाग के अंदर जो
है ആത്മാവിന്റെ ചിന്തയാണ്. आत्मा की विचार है। ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ പാപം മാറ്റി, यीशु ने उसके पाप को हटाया, യേശുവിന്റെ ഭയം മാറ്റി, यीशु ने उसके भय को हटाया, യേശുവിന്റെ ഭൗതികത മാറ്റി, यीशु ने उसके आर्थिकता को हटाया। അവളിലൂടെ ഒഴുകി എത്തിയതിന്റെ പേരാണ് अब उसके अंदर जो बहकर निकल के आ रही है उसका യോഹന്നാൻ नाम है സുവിശേഷം 7-ാം അധ്യായത്തിന് 38-39 യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടുമെന്ന് യേശു പറഞ്ഞത് അക്ഷരികമായി സംഭവിച്ച വ്യക്തിയാ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയത്. यीशु 7 का 37 से लेकर 39 तक ये देख पाता है कि मेरे अंदर से जो वचन सुनता है उसके अंदर से जीवन का स्रोत उमड़ता हुआ बाहर आता है। യേശു വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ यीशु जल देगा करके जब सुना, അവള് കിണറ്റിന്റെ വെള്ളത്തെ उसने कुएं के पानी की ओर देखा, തുലനം ചെയ്തത്. उसने कुएं के पानी से उसको अंतरागित किया था। എന്നാൽ അവളുടെ ഭയവും നിന്നയും ഭൗതികതയും പാപവും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോ पर उसका भय, शर्म, पाप की बात है, आर्थिकता जब हट गई थी, അവൾക്ക് മനസ്സിലായി उसको पता चला ഇത് വേറെ സംഭവമാണ്. यहां पर ये बात ही कुछ और है। അവളത് കോരിക്കെടുവാനൊന്നും നിന്നില്ല. अब यहां पर वो पानी से, कुएं से पानी नहीं निकाल रही है। ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 28-ാമത്തെ വാക്കാണ്, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട്. इस घटना में सबसे दिलचस्प चीज 4 का 28 में लिखा है कि तब स्त्री अपना घड़ा छोड़कर, പലരും ഇന്ന് ഈ പാത്രം വെച്ചോണ്ടാ യേശുവിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ओह आमीन, कुछ लोग आज भी वो घड़ा लेकर यीशु को बताने जा रहे ഈ हैं, പാത്രം വെച്ചോണ്ട് നടക്കത്തില്ല. पर अब ये घड़ा लेकर नहीं जा सकते आप। യേശുവിനെ പാത്രത്തിനകത്ത് ഉള്ളിക്കൊള്ളിക്കരുത്. यीशु को घड़े के अंदर नहीं रखना। അവന്റെ സുവിശേഷത്തിന്റെ പര്യാപ്തി വളരെ उसके വലുതാണ്. सुसमाचार का सीमा बेमिसाल है। ഹല്ലേലൂയ. हालेलुया। അനേക ജാതികളോട് സംസ്കാരത്തിലുള്ളവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. कई सारे जातीय संस्कृति के लोगों से मैंने बात किया है। ആഫ്രിക്കയിൽ പോകുമ്പോൾ അവരെന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. जब मैं अफ्रीका जाता हूं तो वो मुझे एक नाम बुलाते हैं, They call me white man. वो मुझे बुलाते हैं गोरे व्यक्ति। എനിക്കറിയാം ഞാൻ വൈറ്റ് അല്ലാന്ന്. मैं जानता हूं कि मैं गोरा नहीं हूं, അവരെന്നെ വിളിക്കുന്ന വൈറ്റ് മാൻ. पर वो मुझे गोरा बुलाते हैं കാരണം അവർ അത്രയ്ക്ക് ഇരുട്ടാണ്, क्योंकि वो उतने ज्यादा सावले हैं, അത്രയ്ക്ക് കറുത്ത നിറമാണ് वो അവർക്ക്. उतने सावले हैं। എന്നാൽ परंतु ഇന്ന് ദേവദാസനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ എന്നെ സന്തോഷിച്ച ഒരു കാര്യമുണ്ട്. परमेश्वर के दास जब आराधना करने को बोला, ആ मैं ഒരു बहुत खुश हुआ। തുള്ളി ചാടി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. नाच गाते हुए परमेश्वर को खुशी से आराधना कर पाए। ഭക്ഷണം കഴിക്കാൻ അവിടെ ഇല്ല, वहां पर खाना खाने के लिए नहीं था, അവർക്കൊന്നുമില്ല കയ്യിൽ. उनके पास कुछ भी नहीं था, പക്ഷെ അവർക്കുള്ള ഒന്നുണ്ട്, परंतु उनके पास एक चीज है, ജീവജലത്തിന്റെ നിലയ്ക്കാത്ത ഉറവ. जीवित जल का स्रोत जो कभी खत्म नहीं होता। അവളുടെ സകല പരിമിതികൾക്കും അപ്പുറത്തായി യേശുവിനെ സ്തുതിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആത്മാവിന്റെ ഒഴുക്ക്. उनकी सारी कमी घटियों से बढ़कर आराधना करने का एक आत्मा का ऊर्जा। യോഹന്നാൻ 4:41 പറയുന്നു, യോഹന്നാൻ 4 ഏറ്റവും അധികം പേര് അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. 4 का 41 में ऐसा लिखा है, उसके वचन के कारण और भी बहुत से लोगों ने विश्वास किया। കാര്യം എന്താ? 39-ാം വാക്യം പറയുന്നു, സ്ത്രീ പറഞ്ഞ സാക്ഷ്യം നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യക്കാരും യേശുവിൽ വിശ്വസിച്ചു. क्योंकि उसका 39 में लिखा है, उस नगर के बहुत सारे सामरियों ने उस स्त्री के कहने से यीशु पर विश्वास किया। ഇത് രാത്രി ഞാൻ ചോദിക്കട്ടെ, आज रात में आपसे पूछना चाहता हूं, നമ്മുടെ സാക്ഷ്യം എന്തുവാ? हमारी गवाही क्या है? ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, आमीन। ഹല്ലേലൂയ. ഇന്ന് ഒരു പാത്രവുമായി വന്നവരൊക്കെ താഴെ വെച്ചാട്ടെ. जो लोग आज घड़ा लेकर आए हैं वो नीचे रखते हैं। ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഞാൻ ഒത്തിരി ചിന്തിച്ചവനാണ്. ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒത്തിരി ചിന്തിക്കുന്ന വ്യക്തിയായിരുന്നു. मैं एक ऐसा व्यक्ति हूं जो अपने दिमाग से बहुत कुछ सोच विचार रखता हूं, എന്നാൽ അതിലൊന്നും അർത്ഥമില്ലാന്നും യേശുവിന്റെ ആത്മാവിലാൽ നിറഞ്ഞാൽ ആത്മാവ് നയിക്കുന്നത് പോലെ പോകുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് മനസ്സിലാക്കാനിടയായി. परंतु आत्मा से भरने के बाद मैं समझ पाया कि दिमाग से परे आत्मा के अधीन होकर चलना ही सबसे बड़ी बात है। അപ്പൊ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴും आइए हम एक क्षण प्रार्थना करने पाए। അടുത്തൊരാളും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. हम एक और एक व्यक्ति से परिचित होना जाने എന്നാൽ അതിനു മുമ്പായി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ആരുടെ ഇങ്ങനെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത്, നിങ്ങൾ ഓൺലൈൻ ആയിക്കൊള്ളട്ടെ, മൈക്രോഫോണിൽ കൂടെ ആയിക്കൊള്ളട്ടെ, നേരിട്ടായിക്കൊള്ളട്ടെ, ഇതുവരെയും ഹാലന് യേശുവിനെ സ്നേഹിച്ചു എന്ന് ഞാൻ അറിഞ്ഞതാണ്, എന്നാൽ യേശുവിനോട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നുവരെയും യേശുവിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ ഉള്ളിലെ ആ തീഷ്ണത അങ്ങ് മങ്ങിപ്പോയിരിക്കുകയാണ്, എൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. അവൻ നിൻ്റെ ഉള്ളിൽ ഒരു ഉറവ വെക്കാൻ തയ്യാറായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നിൻ്റെ ഉള്ളിനകത്ത് ഒരു കിണറിനെ വെക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത്. ആർ യു റെഡി? ആർ യു റെഡി ടു റിസീവ്? ലെറ്റ്സ് പ്രേ ടുഗദർ. കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ ആത്മ മാരി ഒഴുക്കണമേ. ഇന്ന് രാത്രികാലം അങ്ങ് തൊടയണമേ കർത്താവേ. പാപത്തിന്റെ അവസ്ഥകളുള്ളവരുടെ പാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ. ഹാലലുയ്യ. യേശുവിന്റെ നുകയിട്ടുള്ള
ഏറ്റെടുക്കുവാൻ തടസ്സമായി ചില മുഖങ്ങളിൽ നിന്ന് ചില ജീവിതങ്ങൾക്കകത്തുള്ളത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിമാറട്ടെ. ഭയം, ഭീതി, ഹാലലിയ, സംശയ, ഹാലലിയ, ഓ ഹാലലിയ, ഇന്ന് കർത്താവെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് ചിലരെയൊക്കെ പിശാച് തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. ഹാലലിയ, ഭൗതിക ചിന്തകളിൽ മുഴുകി ചിലർ തങ്ങളുടെ ജീവിതങ്ങളെയും സമ്പാദ്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം യേശുവിന്റെ ആത്മാവരെ വിടുവിക്കട്ടെ. ऑनलाइन से या फिर मेरे सामने बैठकर मेरे वचन सुनने वाले प्रियजनों से मैं यही बात दोहराना चाहता हूँ बार बार। हो सकता है कि उस स्त्री के समान आप भी एक घड़े लेकर आए होंगे ताकि उस परमेश्वर को एक घड़े में नाप कर आप घर ले जा वापस आए, परंतु आज मैं पवित्र आत्मा से ये कहना चाहता हूँ कि उस घड़ों को वापस छोड़कर पवित्र आत्मा के उस जल के स्रोत को अपने दिल से भर कर आप अपने घर में वापस जाने पाए ताकि वहां पर आप परमेश्वर के नाम की महिमा करने पाए। ഹല്ലേലൂയ. हालेलुया। രണ്ടാമത് ഒരു കാര്യം, യേശു ആര്? दूसरा बात जो है वो ये है कि यीशु कौन है। വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ प्रकाशित वाक्य उसका 5वां अध्याय का 6-ാം വാക്യം പറയുന്നു, 6वां आयत यो कहता है, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. तब मैंने उस सिंहासन और चारों प्राणियों और उन प्राचीनों के बीच में मानो एक वध किया हुआ मेमना खड़ा देखा, जिस उसके 7 सींग 7 आंखें थी। ये परमेश्वर की 7 आत्माएं है जो सारी पृथ्वी पर भेजी गई है। ഒത്തിരി കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. उस आयत में बहुत सारी बातें बताई गई है, അതിലൊന്നും അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. उसकी और अर्थ की ओर नहीं जाना चाहता ഒരു मैं, കാര്യം മാത്രം, बस एक चीज बताना चाहता हूँ। അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. वध किया हुआ मेमना खड़ा देखा। കുഞ്ഞാട് ആട് അറുത്ത് കഴിഞ്ഞാൽ അത് ചത്തു വീഴുക ചെയ്യുന്നത്. एक मेमना यदि घात किया गया है तो वो कभी खड़ा नहीं हो सकता, ഈ അറുക്കപ്പെട്ട ആട് നിൽക്കുക. परंतु यहाँ पर वध किया हुआ मेमना खड़ा है। അതിനർത്ഥം എന്താണെന്നറിയാമോ? उसका अर्थ क्या है पता है? ഇത് ജീവിക്കുന്ന ആടാണ്. ये जीवित मेमना है। He is the lamb who was slain and who is alive today. ये एक ऐसा मेमना है जिसको घात किया गया था पर आज जिंदा है। അതിന് 5-ാം വാക്യത്തിലേക്ക് വന്നാൽ उसके 5वां आयत में हम आते हैं, അവിടെ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, वहां पर यीशु के बारे में ऐसा बताया है, യഹൂദാ ഗോത്രത്തിലെ സിംഹം. यहूदा के गोत्र का वह सिंह। അവിടെയും പല കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വാക്യത്തിൽ. वहां पर भी बहुत सारी बातें बताई ഈ हैं। ഒരു കാര്യം മാത്രം എടുക്കട്ടെ. बस एक चीज बताना चाहता हूं, യഹൂദാ ഗോത്രത്തിലെ സിംഹം പുസ്തകം വാങ്ങിക്കുവാനും മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. यूहन्ना एक आवाज सुन रहा है कि देख यहूदा के गोत्र का वह सिंह जो दाऊद का मूल उस पुस्तक को खोलने और उसकी 7 मोहरें तोड़ने के लिए जयवंत हुआ है। അപ്പം തീർച്ചയായിട്ടും യോഹന്നാൻ നോക്കുന്നത് സിംഹത്തെ കാണാനാണ്. तो वो सिंह की ओर देख रहा है, പക്ഷെ കാണുന്നത് ആടിനെയാ. वो सिंह की ओर नहीं देख रहा, परंतु अभी देख रहा है एक छोटा सा मेमना। ഹല്ലേലൂയ. lamb and the lion. एक मेमना जो सिंह है, ഇത് രണ്ടും യേശുവിന്റെ 2 മുഖങ്ങൾ. ये दोनों यीशु के 2 चेहरे हैं। യേശുവിന്റെ 1-ാം വരവെങ്കിൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി. यीशु के पहले आगमन में वो घात किया हुआ एक मेमना है, അവൻ രണ്ടാമത് വരാൻ പോകുന്നത് യഹൂദയുടെ സിംഹമായിട്ടാണ്. परंतु जो दूसरी बार आएगा वो यहूदियों के सिंह के समान അവൻ आएगा। രാജാതി രാജാവും കർത്താതി वो കർത്താവുമായിട്ടാണ്. राजाओं का राजा और प्रभुओं के प्रभु के അവൻ 1000 ആണ്ട് ഈ ലോകത്ത് വാഴ്ച നടത്താനായിട്ട് വരുന്നത്. वो 1000 साल यहाँ पर अपना सिंहासन निभाने आएगा, അവന്റെ ശത്രുക്കളെ മുഴുവനും തോൽപ്പിക്കുവാനായിട്ട് അവൻ വരുന്നത്. अपने शत्रुओं को नष्ट करने के लिए आएगा, അവൻ ജയാളിയായിട്ടാണ് വരുന്നത്. वो जयवंत होकर आएगा। സോ ഇന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, तो यहाँ पर दूसरी बात जो मैं बताना चाहता हूँ, അവൻ ജീവന്റെ ഉറവിടം മാത്രമല്ല, वो जीवन का स्रोत केवल वही नहीं, അവൻ ഒരു കാലത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. वो एक वक्त में घात किया हुआ एक मेमना था, എന്നാൽ ഇന്ന് परंतु आज आज അവൻ യഹൂദായുടെ സിംഹമാണ്. वो यहूदा का सिंह है। അവൻ നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. वो आपको बदलना चाहता है, അവൻ നിനക്ക് ചേഞ്ച് തരുവാൻ കഴിവുള്ളവനാണ്. वो आपको बदलावट देने वाला परमेश्वर है। എത്ര വർഷത്തിന്റെ പ്രശ്നമായാലും, चाहे कितना पुराना एक समस्या क्यों ना हो, എത്ര വലിയ चाहे രോഗമായിരുന്നാലും, कितना बड़ा एक रोग क्यों ना हो, എത്ര വലിയ കുഴപ്പമായിരുന്നാലും, चाहे कितना बड़ा एक समस्या क्यों ना हो, ഇന്ന് രാത്രികാലം യഹൂദായുടെ സിംഹത്തിന് തകർക്കുവാൻ പറ്റാത്ത ഒരു ശക്തിയും ഈ ലോകത്തില്ല. आज रात ऐसा कोई समस्या है ही नहीं जो यहूदा का सिंह कभी तोड़ नहीं सकता। യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. यूहन्ना 1:29 में यूहन्ना बपतिस्मा यीशु के बारे में कहता है कि देख परमेश्वर का मेमना। 9-ാം വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് 5:9. प्रकाशित वाक्य 5:9 हम आते हैं, പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും
വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവരെന്ത് ചെയ്യുന്നു? ഭൂമിയിൽ വാഴുന്നു. 9 और 10 इस प्रकार लिखा है, तू इस पुस्तक के लेने और इसके मुहर खोलने के योग्य है, क्योंकि तूने वध होकर अपने लहू से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल लिया है और उन्हें हमारे परमेश्वर के लिए एक राज्य और याजक बनाया, और वे पृथ्वी पर राज्य करते हैं. അവൻ നിന്നെ രാജാവാക്കുന്നു. वो आपको राजा बना रहा है, അവൻ നിന്നെ പുരോഹിതനാക്കുന്നു. वो आपको याजक बना रहा है. ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, आज रात आपको समझने पाए, സകല ഭാഷയിലും सारी भाषाओं में, സകല ഗോത്രത്തിലും सारे जाति से, സകല വംശത്തിലും सारे कुल से, സകല ജാതിയിലും सारे लोग से, നിന്നുള്ളവരെ जो लोग वहां से है, രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. अपने लहू से मोल लेने के बाद, എന്നാൽ ഇത് അറിയാത്തവർ അനേകരുണ്ട്. परंतु अभी भी बहुत सारे लोग हैं जो ये ഇന്ന് नहीं രാത്രി जानते. നമ്മൾ അവരോട് പറയുമ്പോൾ, आज रात जब हम उनसे कहेंगे, അരെ നീ ഇങ്ങനെ നടക്കേണ്ടവനല്ല സഹോദര സഹോദരി, हे भाई बहनों, आपको ऐसा चलने के लिए नहीं है. നീ യേശു തന്നെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ രാജാവാണ്. आप यीशु मसीह के लहू से मोल लिए हुए एक राजा हो. നീ യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ പുരോഹിതനാണ്. यीशु मसीह के लहू से मोल लिए हुए एक याजक हो. അതെവിടെ എഴുതിയിരിക്കുന്നു? यहाँ पर ऐसा लिखा है, അത് വചനത്തിൽ എഴുതിയിരിക്കുന്നു. और वो वचन में लिखा है. അതിന്ന് പറയണം, आज हमको बोलना है, അത് മനസ്സിലാക്കി കൊടുക്കണം. ये समझकर उनको देना है. അത് യേശുവിന്റെ അടുത്ത് വന്നാൽ यीशु के पास यदि आएंगे तो അത് നടക്കും. वो होगा. യോഹന്നാൻ മാത്രമാണ് യേശുവിനെ കുഞ്ഞാടായും സിംഹമായും വചനമായും വെളിച്ചമായും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ കുറിച്ച് വിശ്വസ്ത സാക്ഷി എന്നും പറഞ്ഞിട്ടുണ്ട്. यूहन्ना यीशु के बारे में जब बताता है, यीशु को मेमना, सिम, ज्योति, जीवन का जल, ऐसे कई सारी चीजों से यही बता रखा है कि वो सच्चा विश्वास योग्य व्यक्ति, विश्वास योग्य है. इस प्रकार भी उसको संबोधित करता है. യോഹന്നാൻ യഹൂദന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. यूहन्ना यहूदियों के लिए ये लिखता है അവൻ യഹൂദയുടെ സിംഹമാണ്. कि वो यहूदा का सिम है. ഇതിന്റെ 7-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ 1-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, उसका पहला आयत जब भी देखे तो, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ള 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. जो सिंहासन में बैठा था, मैंने उसके दाहिने हाथ में एक पुस्तक देखी थी जो भीतर और बाहर लिखी हुई थी. ഹിന്ദിയിലും മലയാളത്തിലും പുസ്തകമെന്നാണ് എഴുതിയിരിക്കുന്നത്. हिंदी और मलयालम के वचन में ऐसा लिखा है कि पुस्तक है, എന്നാൽ പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം, परंतु पुराने नियम में ऐसा लिखा है. പഠിക്കുമ്പോൾ നമുക്കറിയാം, हम जब पुराने नियम पढ़ते हैं तो ये देखते हैं, വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, वचन पढ़ते हैं तो हम देखते हैं അന്ന് വചനം എഴുതുന്നത് സ്ക്രോളിലാണ്, ചുരുളിലാണ്. उस वक्त जो लिखा गया था उसको एक इस तरह के किताब में लिखा जाता था जो घुमा के रखते हैं, ആ ചുരുളൊക്കെ ഒരു സൈഡിലേ എഴുതത്തുള്ളൂ. और उस किताब को बस एक ही जगह में एक ही तरफ में लिखा जाता था. എന്നാൽ ഈ ചുരുളിന്റെ പ്രത്യേകത അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. परंतु इस किताब का खासियत है कि वो अंदर और बाहर दोनों लिखा जाता है, സോ ഇതൊരു പ്രത്യേക ചുരുളാണ്. और ये बहुत एक खास किताब है. ഇതിന് 7 സീലുണ്ട്, 7 മുദ്രയുണ്ട്. इसके 7 मोहर है और 7 तरह से बंद है. 7 പെർഫെക്ഷനെ കാണിക്കുന്നു. 7 सिद्ध बातें को बताया है. അതുകൊണ്ട് ഇത് എന്തോ ഒരു പ്രത്യേകതയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഴുത്താണ്. इसलिए एक ऐसा ही किताब है जो बहुत सिद्ध तरीके से लिखा गया है. ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. यहाँ पर क्या लिखा है वो नहीं बताया है, എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങളിൽ, परंतु आगे की बात में ഈ മുദ്ര ഓരോന്നും പൊട്ടിക്കുന്നതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ मोहरे तोड़ने के बाद जो जो घटनाएं होती है, നമുക്കൊരു കാര്യം മനസ്സിലാകും. हम एक चीज देख पाते हैं. ഈ സ്ക്രോളിനകത്ത് इस किताब के अंदर ഇത് ലോകത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. संसार के इतिहास के बारे में लिखा गया है, ഇത് മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. मनुष्य के भविष्य के बारे में लिखा गया है. ഇത് പൊട്ടിക്കാൻ മനുഷ്യർക്കാർക്ക് സൃഷ്ടിക്ക് പറ്റത്തില്ല. किसी भी सृष्टि को इन मोहरों को तोड़ने से नहीं होगा, ഈ മുദ്ര കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണിത്. क्योंकि कई सारे 7 मुद्रों से उसको बंधा गया ഇത് है. സൃഷ്ടാവിന് മാത്രം പറ്റുന്ന കാര്യമാണ്. केवल सृजनहार ही उन मोहरों को तोड़ सकता है. ഇതുപോലെ തന്നെ വേറൊരു കാര്യം, वैसे एक और बात है,
വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. प्रकाशित वाक्य पहला अध्याय में है. അവിടെ 16-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും 7 നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. उसका 16वां और 20वां आयत में 7 तारों के बारे में बताया गया है. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും പലരും വിശ്വസിക്കുന്ന നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. उस समय और इस समय में ऐसा एक विश्वास बोला जाता है कि उन तारों का मतलब मनुष्य का भविष्य है. ദൈവത്തിന്റെ വചനം ഇവിടെ കാട്ടിത്തരുന്നു. परमेश्वर का वचन यहाँ पर बताता है നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്. एक व्यक्ति है जो तारागण को संभालता है. 47-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം പറയുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നവനാണ്. 7वां भजन का 4था आयत में लिखा है कि പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. तारों को नाम से जानने वाला व्यक्ति. 40-26 പറയുന്നു അവൻ അവയെ സംഖ്യാക്രമത്തിൽ വിളിക്കുകയാണ്. 40 के 26 के ईशा में लिखा है कि वो उनको गिनती से बुलाता है. യോഹന്നാൻ 1:3 പറയുന്നു സകലതും അവൻ മുഖാന്തരം ഉളവായി. यूहन्ना 1:3 में लिखा है कि सब कुछ उसके द्वारा बना हुआ है. നമ്മളായിരിക്കുന്ന മിൽക്കി വേ ഉണ്ടല്ലോ, हम जो मिल्की वे में रहते हैं 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഉള്ളത്. लगभग 100 बिलियन तारोगण से भरा हुआ है. നമ്മുടെ മിൽക്കി വേക്ക് അടുത്ത ഒരു നക്ഷത്ര ഗാലക്സിയാണ് ആൻഡ്രോമേഡോ. हमारा मिल्की वे का पास में दूसरा गैलेक्सी एंड्रोमेडो. ആൻഡ്രോമേഡോയിലുണ്ട് 1 ട്രില്യൺ നക്ഷത്രങ്ങൾ. वहां पर भी लगभग 1 ट्रिलियन तारागण हैं. എത്ര നക്ഷത്രം ലോകത്ത് മുഴുവനും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. मैं नहीं जानता संसार में कितनी सारी बातें, कितने सारे तारे हैं, എന്നാൽ ട്രില്യൺസ് ഓഫ് സ്റ്റാർസിനെ परंतु दिग्गज और करोड़ों तारों के बीच में ഓരോന്നിനും കൃത്യമായ സ്ഥാനം നിശ്ചയിച്ച് हर एक तारे का सही स्थान बताकर ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന പേര് വിളിക്കുന്ന एक को पहचानने वाला, नाम पुकारने वाला, സകലത്തെയും ഉളവാക്കിയ सबका सृजनहार എന്റെ യേശുവിനെ വെളിപ്പാട് പുസ്തകം കാണിക്കുന്നത് मेरा यीशु मसीह को प्रकाशित वाक्य परिचय करता है. അവന്റെ കയ്യിലെ നക്ഷത്രം ഇരിക്കുന്നത്. उसके हाथ में 7 तारे हैं. നീ വിശ്വസിക്കുന്ന സഹോദര സഹോദരി നക്ഷത്രം നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവെന്ന്? हे भाई बहन, क्या आप विश्वास कर सकते हो कि ये तारा आपके हाथ में है? എന്നാൽ ഇന്ന് ഞങ്ങളൊന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, परंतु मैं आपको बताना चाहता हूँ ആ നക്ഷത്രത്തെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ടല്ലോ. उन तारा को नियंत्रण करने वाला एक परमेश्वर അവനെ है. കുറിച്ച് ഞങ്ങൾ പറയുന്നത്. उसके बारे में हम आपको बता रहे हैं आज. വിട്ടുകൊടുക്കൂ നിന്റെ ജീവിതം. आप अपने जीवन को उसके हाथ में सौंप दो. ജാതകത്തിനകത്തും അന്ധവിശ്വാസത്തിനും കൊടുക്കാതെ सारे अंधविश्वास से दूर होकर സൃഷ്ടാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. उन सृजनहार के हाथ में अपना आप അവൻ को सौंप दो. സൃഷ്ടിയുടെ മേൽ പ്രവൃത്തി ചെയ്യട്ടെ. वो आपके जीवन में काम करेगा. അവൻ സൃഷ്ടിയെ മാറ്റട്ടെ. वो अपने सृष्टि को ഓ बदल सकता है. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ यीशु मसीह के अधिकारी नाम में ഇന്ന് അന്ധകാരത്തിന്റെ ശക്തികൾ പൊട്ടിമാറട്ടെ. इस अंधकार की शक्तियों को तोड़ नहीं पाए. യേശുവിന്റെ ശക്തിക്ക് മീതെ ഒരു ശക്തിയുമില്ല. यीशु मसीह के नाम से और कोई शक्ति ही नहीं है. Trillions of stars are designed by him. कई सारे तारेगण उसके हाथों के द्वारा बने हुए हैं. Trillions of stars are named by him. करोड़ों तारों को वो नामकरण करता है. Trillions of stars are positioned by him. करोड़ों तारागण को वो स्थापित करता His है name is Jesus Christ. और उसका नाम यीशु मसीह है. അവന്റെ പേരാണ് യേശു ക്രിസ്തു. उसका नाम है यीशु मसीह. വിട്ടുകൊടുത്താൽ अपने जीवन को सौंपो. നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ, जो व्यक्ति जो परमेश्वर आपका जीवन को नियंत्रण कर सकता है, സകലത്തെ നിന്ന് സൃഷ്ടിച്ചവൻ सब कुछ बनाने वाला നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോവുകയാണ്. आपके जीवन को बदल सकता है. വെളിപ്പാട് 1:18 യേശു പറഞ്ഞു, प्रकाशित 1:18 में यीशु कहता है, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, मैं आदि और अंत हूं എന്നേക്കും ജീവിക്കുന്നു. और मैं अमर रहूंगा. ഞാൻ മരിച്ചവനായിരുന്നു, मैं मर गया था ഇപ്പോൾ ജീവിക്കുന്നു. पर अब जिंदा हूं. ഈ ലോകത്ത് ആരും ഇങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞിട്ടില്ല കേട്ടോ. संसार में आज तक कभी किसी ने ऐसा नहीं बोला है. യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഒത്തിരി പ്രത്യയശാസ്ത്രങ്ങളുടെ പുറകെ പോയി നന്നായിട്ട് പഠിച്ച വ്യക്തിയാണ് ഞാൻ. यीशु से मिलने से पहले कई सारे तत्व शास्त्र को पढ़ने वाला व्यक्ति था मैं. ഞാൻ മരിച്ചിട്ട് ഇപ്പൊ ജീവിക്കുന്നു ആര് പറഞ്ഞിട്ടുണ്ട്? मैं मर गया था और अभी जिंदा हूं यदि किसी ने कहा है तो മരണത്തിന്റെ മേൽ അവൻ അധികാരമില്ല. മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. उसका मतलब है कि मृत्यु को उसके ऊपर अधिकार नहीं है. അങ്ങനെ ഒരേ ഒരു വ്യക്തി യേശു മാത്രമേ ഉള്ളൂ. और केवल एक ही व्यक्तित्व है और वो यीशु है. അതുകൊണ്ട് യേശു പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, यीशु समाज में उसने एक बात कहा था, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. जो मुझ पर विश्वास करता है वो मरने के बाद भी जिंदा रहता है. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരണം കാണുകയില്ല. यदि जीवित रहकर मुझ पर विश्वास करता है तो कभी मृत्यु नहीं देखेगा. യേശുവിന്റെ സാക്ഷ്യം പറയുവാൻ ഞങ്ങൾക്കുണ്ട്. അവൻ ജീവിച്ചിരിക്കുന്നവൻ. നീ അവനിൽ വിശ്വസിച്ചാൽ ഒരു നാളും മരിക്കുകയില്ല. നിത്യജീവന്റെ ഉറവിടമായ അവൻ നിന്നെ നിത്യതയിലേക്ക് നയിക്കും. यीशु मसीह गवाही मुझे यही देना है कि वो मरा हुआ था पर अब जिंदा है और अब वो आपके अंदर जीवन का जीवित जल स्रोत दे सकता है और आप भी उसके साथ हमेशा के लिए जिंदा रहोगे. വെളിപ്പാട് 5:7 പറയുന്നു, प्रकाशित वाक्य 5:7 में ऐसा लिखा है, അവൻ വന്നു, वो आया, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് सिंहासन में जो बैठा था उसके दाहिने हाथ से
പുസ്തകം ഇങ്ങ് വാങ്ങിച്ചു. पुस्तक ले लिया, അതിനുശേഷം ഓരോ മുദ്രയും പൊട്ടിക്കുക. फिर वो एक एक मोहर तोड़ रहा है. അതിന്റെ ഒന്നും അർത്ഥത്തിലേക്കല്ല ഞാൻ കിടക്കുന്നു. उसकी अर्थ की ओर मैं नहीं जाना चाहता, ഇത് മനസ്സിലാക്കുക. परंतु आप ये समझिए, ഈ മുദ്ര അവിടെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. केवल वो मोहर वही नहीं देख पाते हम. അനവധി മുദ്രകൾ ഇന്ന് പിശാചും ലോകവും പലരുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുക. कई सारे मोहर शैतान कई सारे लोगों के जिंदगी और परिवार में भी बांध रहा है. യൗവനക്കാരുടെ മനസ്സുകളെ ഇന്ന് മൊബൈൽ ഫോണിലൂടെ മ്ലേച്ഛകരമായ പല കാര്യങ്ങളിലേക്ക് നയിച്ചിട്ട് പിശാച് തന്റെ സീൽ വെച്ചിരിക്കുക. कई सारे जवानों को फोन के अधीन होने वाले कई सारे घृणित कामों पर खींचकर शैतान उनके मन में मोहर बांध रहा है. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി പിശാച് ഇവരെ മുദ്രയിട്ട് വെച്ചിരിക്കുക. कई सारे लोग को शराब और नशों में मोहर बांध रखा है. മോഷണത്തിലും പലതര സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിലും ഇടപെടുത്തിയിട്ട് അവരെ മുദ്രയിട്ട് വെച്ചിരിക്കുക. चोरी चकारी डकैती ऐसे कई सारे समाज को नाश करने वाली चीजों को करवा कर उन पर मोहर बांध रहा है. വിവാഹ ബന്ധങ്ങൾക്കകത്ത് ഉലച്ചിലുകൾ ഉണ്ടാക്കി പലരുടെയും ജീവിതത്തെ താറുമാറാക്കി മുദ്രയിട്ട് വെച്ചിരിക്കുക. ब्याह में कई सारे संकेत को लाकर उसको सत्यानाश करने के मोहर बांध रहा है. ഇന്ന് രാത്രി ഞാൻ ശക്തിയോടെ വിളിച്ചു പറയുന്നു, पर आज रात में सशक्त रूप से बताना चाहता हूँ, ആ മുദ്ര പൊട്ടിക്കുവാൻ वो मोहर तोड़ने के लिए എൻ്റെ യേശുവിന് കഴിയും. आज यीशु मसीह से होगा. യേശുവിന്റെ രാജ്യക്കാരൻ ആ മുദ്ര പൊട്ടിക്കാനാ വന്നിരിക്കുന്നത്. यीशु मसीह अधिकारी होकर यहाँ पर वो मोहर तोड़ने आया है. യേശുവിന്റെ അടുത്തൊരു നാണയം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, यीशु मसीह के पास एक सिक्का देकर कहा, ഞങ്ങൾ കൈസർക്ക് കരം കൊടുക്കണമോ വേണ്ടയോ? क्या हमें कैसर को कर देना है या नहीं देना? യേശു അവരോട് ചോദിച്ചു, यीशु ने उससे यह सवाल पूछा, ഇതിന്റെ മുദ്ര കൈയെഴുത്താരുടെയാണ്? उसमें उसका मोहर उसका चेहरा किसका है? എന്നിട്ട് അവര് പറഞ്ഞു, और उसने कहा, ഓ ഇത് കൈസറുടേതാണ്. वहां पर उस सिक्के में जो चेहरा था जो मोहर था वो कैसर का था. യേശു മറുപടി പറഞ്ഞു, यीशु ने ऐसा जवाब दिया, കൈസറുടെ മുദ്രയുള്ളത് അവന് കൊടുത്തേക്കാം, वो कैसर का चेहरा लगा हुआ वो कैसर को दे, എന്നാൽ ദൈവത്തിന്റെ മുദ്രയുള്ള നിന്നെ യഹോവയ്ക്ക് വിട്ടുകൊടുക്കുക. परंतु जिसमें परमेश्वर का मोहर लगा है वो परमेश्वर को दे. ഹല്ലേലൂയ. हालेलुया. ദൈവം തന്റെ സൃഷ്ടിയെ സൃഷ്ടിച്ചപ്പോ जब परमेश्वर अपने सृष्टि को बनाया ഉൽപ്പത്തി था, പുസ്തകത്തിൽ പറഞ്ഞു, उत्पत्ति के पुस्तक में ऐसा लिखा നാം है, നമ്മുടെ സാദൃശ്യപ്രകാരം परमेश्वर ने अपने let us make man in our image. परमेश्वर ने अपने समानता में हमको बनाया. Hallelujah. हालेलुया. You and I carry the stamp and seal of God. हम परमेश्वर का मोहर और उसकी समानता को ले चलते हैं. പിശാചിന്റെ മുദ്രയുള്ള ഈ ലോകത്തുള്ള ഏത് കുട്ടിയും ഏത് പുരുഷനും ഏത് സ്ത്രീയും എന്റെ ദൈവത്തിന്റെ മുദ്ര വഹിക്കുന്ന വ്യക്തിയാണ്. इस संसार में मनुष्यों को जीवित हर एक व्यक्ति चाहे लड़का लड़की बूढ़े बूढ़े कोई भी परमेश्वर के मोहर पे जन्म हुए हैं. മുദ്രയെ പൊട്ടിക്കുവാൻ കഴിവുള്ളത് യഹൂദയുടെ സിംഹത്തിന് മാത്രമാണ്. और शैतान की उन मोहरों को तोड़ने के लिए एक ही व्यक्ति है, वो यहूदा का सिंह परमेश्वर यीशु मसीह है. വെളിപ്പാടിലെ മുദ്ര പൊട്ടിക്കുന്നത് प्रकाशित ലോകത്തിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വെളിപ്പെടുത്താനാണ്. प्रकाशित वाक्य में जो मोहर तोड़ा गया था वो भविष्य के बारे में बताने वाला ही मोहर था. എന്നാൽ ഇന്ന് പിശാച് പലരുടെയും ഭാവിയെ മുദ്രയിട്ട് വെച്ചിരിക്കുമ്പോൾ परंतु अभी जब शैतान कई सारे लोगों के भविष्य को बांध ഇനി रखा യേശു है, ആ മുദ്രയെ പൊട്ടിച്ചിട്ട് यीशु उन मोहरों को तोड़कर നിന്നെ നിത്യതയുടെ അവകാശത്തിലേക്ക് ചേർക്കുവാൻ പോവുകയാണ്. आपको अनंत काल के वारिस होना बनाने वाला है. വളരെയധികം വേദനാജനകമാണ് പല കഥകളും. कई सारे दर्दनाक एक दिन आने वाले हैं. ഇന്ന് രാത്രികാലം നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. आज हमको एक कर्तव्य परमेश्वर सौंप रहा है. ഐക്യതയോടെ നിന്ന് एकता में जुटकर പിശാചിന്റെ മുദ്രയെ പൊട്ടിക്കണം. शैतान के उन मोहरों को तोड़ना है. നമുക്കതിന് അധികാരമുണ്ട്. और हमारे पास वो अधिकार है, He made us kings. क्योंकि उसने हमको राजा करके घोषित King किया है. means we have authority. उसने हमारे पास एक अधिकार दिया है. ആ അതോറിറ്റി മറ്റു മനുഷ്യരുടെ മേലല്ല. वो अधिकार दूसरों इंसानों के पास नहीं है, ആ അധികാരം പിശാചിന്റെ ശക്തിയുടെ മേലാണ്. और वो अधिकार शैतान की शक्तियों के ऊपर യേശു है. വ്യക്തമായിട്ട് പറഞ്ഞു, यीशु ने सशक्त रूप से बताया, പാമ്പിനെയും തേളിനെയും सांप और yeah. सांप और बिच्छू को ശത്രുവിന്റെ സകല ബലത്തെയും और शैतान के सभी षड्यंत्र को ഞാൻ मैं ചവിട്ടുവാൻ कुचल कर നിങ്ങൾക്ക് तुम्हारे पास അധികാരം തരുന്നു. अधिकार देता हूँ. ഒന്നും നിങ്ങൾക്ക് कुछ भी ഒരു നാളും कभी भी ദോഷം വരുത്തുകയില്ല. दोष नहीं करेगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. आमेन. യോഹന്നാൻ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൽ വേറൊരു വ്യക്തിയുണ്ട്. यूहन्ना सुसमाचार के 5वें अध्याय में एक और एक व्यक्ति है. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. मुझे बहुत अच्छा लगने वाला एक घटना वहां पर हुई है. അതിന്റെ 2-ാം വാക്യം വായിക്കാം. उसका दूसरा आयत पढ़ेंगे. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. यरूशलेम में भेड़ फाटक के पास एक कुंड है, जिब्रानी भाषा में बेतहस्ता कहलाता है. उसके 5 ओसारे हैं. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ ഞാൻ അവിടെ കാണിക്കട്ടെ. 3 चीज आपको बताना चाहता हूं. ഒന്ന്, ഈ കുളത്തിന്റെ ലൊക്കേഷൻ. पहला, इस
कुंड का जो जगह है, ആ കുളത്തിന്റെ ലൊക്കേഷൻ उस कुंड का जो इलाका है ആട്ടുവാതിൽക്കൽ. भेड़ फाटक के पास. യെരുശലേമിനുള്ള 10 ഗേറ്റുകളുണ്ട്. यरूशलेम के 10 फाटक हुआ करते थे. അതിനകത്ത് ഒരു ഗേറ്റിന്റെ പേരാണ് उसका एक फाटक का नाम है ഷീപ്പ് ഗേറ്റ്. भेड़ का फाटक. അവര് പെസഹ കഴിക്കാനുള്ള അറുക്കുവാനുള്ള ആടിനെ കൊണ്ടുവരുന്ന ഗേറ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പേരിട്ടിരിക്കുന്നത്. फसह के पर में मेमना को मारने के लिए उसी फाटक से वो आते थे. രണ്ടാമത് ഈ കുളത്തിന്റെ പേര് दूसरा, इस कुंड का जो नाम है ബെഥെസ്ത. बेथेस्दा. ബെഥെസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി. बेथेस्दा नाम का मतलब है दया का घर. ബെത്ത് എന്ന പദത്തെ ഹിബ്രായ പദം ഹൗസ്. बेत नाम जो होता है इब्रानी में, उसका मतलब होता है घर. ബേത്ത്ലഹേം बेतलेहम जो बोलते हैं, അപ്പത്തിന്റെ നാട്. उसका मतलब है कि रोटी का घर. ബെത്സൈദ बेतसैदा का मतलब അത് ഫിഷർമാന്റെ നാട്. यानी कि मछुआरे के घर. ബെഥെസ്ത बेथेस्दा ഹൗസ് ഓഫ് മേഴ്സി. करुणा का घर. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ വന്നു. यहाँ पर 3 चीजें हम देख पाते हैं. മൂന്നാമത്തെ കാര്യം, അതിന് 5 മണ്ഡപമുണ്ട്. तीसरी चीज, उसमें 5 ओसारे हैं. 5 വചനത്തിനകത്ത് ഗ്രേസിനെ കാണിക്കുന്നു, കൃപയെ കാണിക്കുന്നു. 5 बातों में परमेश्वर का वचन अनुग्रह के बारे में बताता है. ആട്ടുവാതിൽ യേശുവിനെ കാണിക്കുന്നു. भेड़ फाटक यीशु मसीह को दर्शाता है. 5 മണ്ഡപങ്ങൾ ദൈവത്തിന്റെ ഗ്രേസിനെ കാണിക്കുന്നു. 5 ओसारे परमेश्वर के अनुग्रह को दर्शाते हैं. ബെഥെസ്ത എന്ന പേര് ദൈവത്തിന്റെ മേഴ്സിയെ കാണിക്കുന്നു, കരുണയെ കാണിക്കുന്നു. बेथेस्दा नाम परमेश्वर के करुणा को दिखा रहा है. ദൈവത്തിന്റെ കരുണയും परमेश्वर का करुणा, ദൈവത്തിന്റെ കൃപയും परमेश्वर का अनुग्रह യേശു എന്ന ആടിലൂടെ ഒഴുകിയെത്തിയപ്പോൾ यीशु मसीह नामक मेमना से जब बहकर आया था, ഒരാൾ വിടുവിക്കപ്പെട്ടതായി ഇവിടുത്തെ കഥ. एक व्यक्ति को छुटकारा मिला. वही घटना यहाँ पर രാത്രികാലവും है. आज रात के समय भी യേശു എന്ന കുഞ്ഞാടിൽ यीशु रूपी मेमना से ഒഴുകി വരുന്ന बहकर आने वाली കൃപയും കരുണയും अनुग्रह और कृपा ആരുടെ ജീവിതത്തിൽ വന്നാലും जिनके भी जिंदगी में आता है, ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുകയാണ്. आज एक छुटकारा होने वाला है. ഹല്ലേലൂയ. हालेलुया. ബെഥെസ്ത എന്ന കുളം, बेथेस्दा नामक एक कुंड, ഷീപ്പ് ഗേറ്റ് എന്ന സ്ഥലം, भेड़ फाटक नामक इलाका, യേശു എന്ന ആട്, यीशु मसीह रूपी मेमना. അവിടെ 5 മണ്ഡപം, वहां पर 5 ओसारे हैं. അവിടെ കൂടിക്കിടന്നവരുടെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. वहां पर जो लोग इकट्ठा हो रखे थे, उनके बारे में വ്യാധിക്കാർ, कई सारे लोग जो ग्रसित थे, കുരുടർ, अंधे, മുടന്തർ, लंगड़े, ക്ഷയരോഗികൾ. सूखे अंग वाले. മലയാളത്തിലെ ക്ഷയരോഗം എന്ന് എഴുതിയിരിക്കുന്നത്, मलयालम में लिखा है सूखा अंग वाले. മറ്റുള്ളത് ക്ഷയരോഗം എന്നല്ല എഴുതിയിരിക്കുന്നത്. कुछ जगह में लिखा है जिनके अंग काम नहीं करते. അവർക്ക് പക്ഷപാതം എന്നുള്ള അർത്ഥം വരത്തക്ക ഇതിൽ എഴുതിയിരിക്കുന്നത്. हो सकता है उसका मतलब है कि उनको कुछ कोड़ी का अनुभव भी हो. പാരലൈസ്ഡ്. वो पैरालाइज होंगे. അപ്പൊ ഇവിടെ ഒരു കൂട്ടം കിടക്കുക. यहाँ पर ऐसे एक झुंड पड़े हुए थे. അവർ കുറെ നാളായിട്ട് കിടക്കാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തി തന്നെ കിടക്കാൻ നോക്കിയിട്ട് 38 വർഷമായി. जिस व्यक्ति के बारे में हम बात करने वाले हैं वो 38 हो गया, तो मैं मानता हूं कि बाकी सभी बहुत समय हो गया ഇത് होगा. അന്നത്തെ കാലത്തെ ജനതയുടെ ഒരു ക്രോസ് സെക്ഷനാണ്. उस समय के लोगों का एक सोच विचार हुआ करता था. മോശ ന്യായപ്രമാണം കൊടുത്തു. मूसा ने व्यवस्था दिया. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ചേതനയറ്റ് കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. व्यवस्था के अधीन होने वाले लोगों में कुछ दिक्कत हुआ. एक पूरा झुंड, അവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, उनके पास आंख है पर वो देख नहीं पाते, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, पैर है पर चल नहीं पाते, കൈ ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, हाथ है पर काम नहीं कर पाते. അവർക്ക് ജീവൻ ഉണ്ടെങ്കിലും അവരെ കുറിച്ച് പറഞ്ഞ ഇൻവാലിഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. वो जीवित है परंतु उनके बारे में बताया गया कि वो किसी काम के नहीं है. കിങ് ജെയിംസ് വേർഷനിൽ വായിച്ചാൽ किंग जेम्स वर्जन में ऐसा लिखा है, ഇംപോർട്ടന്റ് ഫോക്ക്. जिनमें काबिलता नहीं है कुछ करने का. ऐसे एक झुंड. എഴുതിയിരിക്കുന്നത് ESV എന്ന് പറഞ്ഞ വേർഷൻ എഴുതിയിരിക്കുന്നത് ESV में ऐसा लिखा है, മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഇൻവാലിഡ്സ്. झुंड जो कोई काम के नहीं है. അവരെന്തിലൊക്കെ അന്ധരായിരുന്നു? वो कुछ चीजों में अंधे थे. തങ്ങളുടെ തന്നെ കഴിവുകളെ കുറിച്ച് അന്ധരായിരുന്നു. वो अपने ही काबिलता के बारे में अंधे हो रखे ഞാൻ थे. വിശ്വസിക്കുന്നു मैं ही विश्वास करता हूँ, അവർ പരസ്പരം സംസാരിച്ചിരുന്നുവെങ്കിൽ वो यदि आपस में बात करते तो അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് वो एक अपना एक समय का बनाकर അതിൽ പലരെയും കുളത്തിൽ ഇറക്കായിരുന്നു. कई सारे लोग को एक एक कर कुंड में गिरा പക്ഷെ पाते, അവരിൽ തന്നെ അന്ധരായിരുന്നു. क्योंकि वो अपने आप में अंधे थे. 2, दूसरी बात, അവരുടെ ആവശ്യത്തെ കുറിച്ച് അന്ധരായിരുന്നു. वो अपने आवश्यकता के बारे में भी अंधे थे. 3, तीसरा, അവർ യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് അന്ധരായിരുന്നു. यीशु के महिमा के बारे में भी अंधे थे. ഹല്ലേലൂയ. हालेलुया. അവർക്ക് മുടന്തുണ്ടായിരുന്നു. वो लोग कुछ लंगड़े थे, അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ അവർക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. इसलिए परमेश्वर के रास्ते में चल नहीं पा रहे थे. സഹോദരങ്ങളെ, ഇത്
हे मेरे भाइयों, ये जो घटना है ഇന്നത്തെ കാലത്തെ ഒരു ചിത്രം കൂടെ. अभी का समय का एक चित्र है. ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ പറ്റാത്ത മുടന്തുള്ളവർ, ऐसे लोग जो परमेश्वर के वचन पर नहीं चल पा रहे, लंगड़े സ്വന്തം लोग, അരക്ഷിതാവസ്ഥ കാണാൻ കണ്ണില്ലാത്തവർ, अपनी कमी घटियों को नहीं देखने वाला अंधापन, സ്വന്തം ആവശ്യത്തെ അറിയുവാനുള്ള കണ്ണില്ലാത്തവർ, कुछ लोग जो अपने आवश्यकता को नहीं देख पाते, ऐसा अंधापन, യേശുവിന്റെ മഹത്വം അറിയാൻ കഴിയാത്തവർ. यीशु के महिमा को नहीं देख पाने वाला എന്റെ अंधापन. യേശു അവിടെ ഇറങ്ങി വന്നു. और यीशु वहां पर उतर आया. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്ന രോഗികൾ. वहां पर बहुत सारे रोगी लोग थे, യേശു ഒരാളെ മാത്രം സൗഖ്യമാക്കിയുള്ളൂ. परंतु केवल यीशु एक व्यक्ति को चंगा किया. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ जो परमेश्वर के पास आता है, ദൈവമുണ്ട് എന്നും परमेश्वर है करके പ്രാർത്ഥന കേൾക്കുന്നുവെന്നും प्रार्थना सुनने वाला है करके വിശ്വസിക്കേണ്ടതാണ്. विश्वास करना अनिवार्य है. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ लूका रचित सुसमाचार में 4:26 4:26 में സാരഫത്തിലെ വിധവയെ കുറിച്ച് പറയുമ്പോൾ सराफात के एक विधवा के बारे में बताया ഇങ്ങനെ പറയുന്നു, है. ऐसा बताया है, അവിടെ പല वहां വിധവമാരുണ്ടായിരുന്നു. पर कई सारे विधवा लोग थे, പക്ഷെ ഒരു വിധവയ്ക്ക് മാത്രമേ परंतु एक ही विधवा के पास പ്രവാചകനെ കൈക്കൊള്ളാനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. भविष्यवक्ता को स्वीकार करने का एक विश्वास ആ था. ഒരു വിധവയ്ക്ക് മാത്രമേ यदि वैसे ही व्यक्ति को എന്റെ കയ്യിലുള്ള അല്പഭക്ഷണം കൊടുത്താലും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ കഴിവുള്ള സൃഷ്ടാവായ ദൈവത്തിന്റെ ദാസനായതെന്ന് മനസ്സിലാക്കാൻ പറ്റും. परमेश्वर का एक दास मेरे यहाँ पर आएगा, जिसको यदि मेरे कमी से अगर खाना दूंगा, वो उसको भरकर मुझे वापस करेगा, ऐसा एक विश्वास. ലൂക്കോസ് 4:27 പറയുന്നു, 4:27 में ऐसा बताया है, ഇസ്രായേലിൽ ഒത്തിരി കുഷ്ഠരോഗികളുണ്ടായിരുന്നു. इसराइल में कई सारे कोढ़ी लोग थे, എന്നാൽ നയമാൻ എന്ന ഒറ്റ കുഷ്ഠരോഗിക്ക് മാത്രമേ परंतु नामान नाम एक ही व्यक्ति को ഈ പറയുന്ന സിമ്പിൾ കാര്യം യോർദാനി മുങ്ങിയ എനിക്ക് സൗഖ്യം വരുമെന്ന വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നു. यरदन नामक नमी में 7 बार डुबकी लगाने के बाद चंगाई मिलेगा करके विश्वास था. നിന്റെ അവസ്ഥ യേശുവിനറിയാം. आपकी अवस्था यीशु जानता है. യേശു നോക്കുന്നതിന്റെ അവസ്ഥയല്ല, यीशु आपकी अवस्था की ओर नहीं देख रहा, യേശു നോക്കുന്നതിന്റെ വിശ്വാസത്തെയാണ്. परंतु यीशु आपके विश्वास को देख रहा യേശു है. അവനോട് ചോദ്യം ചോദിച്ചു. यीशु ने उससे एक सवाल पूछा. യോഹന്നാൻ 5:6 യോഹन्ना 5:6 സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? उसने पूछा, क्या तू चंगा होना चाहता है? അരെ കിസിക്ക് മാലിനെ ഉनको ചങ്കായി ചായേ. അവർക്ക് അറിയത്തില്ലായിരുന്നു അവർക്ക് സൗഖ്യം വേണമെന്ന്. യേശുവിനറിയാം അവന് സൗഖ്യം വേണമെന്ന്. यीशु जानता है उसको चंगाई चाहिए. 38 ആണ്ട് കിടക്കുന്നവന് സൗഖ്യമല്ലാതെ എന്താ വേണ്ടത്? 38 साल तक पड़ा हुआ एक रोगी, എന്നാൽ അവിടെ ചോദിച്ച കാര്യമുണ്ട്. तो उसने एक सवाल पूछा, നിനക്ക് വേണോ? क्या तू चाहता है? ഒരുപക്ഷെ അവൻ ഭിക്ഷയാചിക്കുന്നവനായിരിക്കാം. हो सकता है वो एक भिखारी होगा, ഈ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അവന്റെ വരുമാനം അങ്ങ് കൂടുകയാണ്. इधर उधर भीख मांगकर उसने कुछ पैसा जमाया होगा. സംഗതി ഒരു സുഖമായി തീർന്നവന് हो सकता है कि ऐसे वो जिंदगी निभा देगा. 38 ആണ്ട് പുള്ളിക്കാരൻ ഉരുളും. 38 साल तक वो ऐसे निभाया, കിണറ്റിന്റെ കര വരെ ചെല്ലും, കുളത്തിന്റെ കര വരെ ചെല്ലും, उस कुंड के तट तक पहुंचा, പിന്നെ തിരിച്ചുരുളും. फिर वापस आ जाता है, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. और അങ്ങോട്ടുരുളും ഇങ്ങോട്ടുരുളും. और ऐसा ही लूप हो रहा है, वहां जा रहा है, वापस आ പല रहा है. വിശ്വാസം പല വ്യക്തികളും ഇന്ന് അങ്ങനെയാണ്. कई सारे लोग आज भी ऐसे ही है. ചർച്ച എന്നുള്ളത് എഴുതി വെച്ചിട്ട് അടുത്ത് വരെ ഉരുണ്ട് ചെല്ലും. चर्च नामक कुंड के पास तक आते हैं, ആരാധനയൊക്കെ കേട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചങ്ങ് ഉരുണ്ടു പോകും. किसी से कुछ सुनकर वापस चले आते हैं, ഇങ്ങനെ ഉരുണ്ട് 38 और വർഷമായി. ऐसे ही लपट लपट कर 38 साल हो गए. സഹോദര സഹോദരി, ഇന്ന് നിന്റെ വിടുതേണ്ട ദിവസമാണ്. हे मेरे भाइयों बहनों, आज आपका छुटकारा का दिन है. കരുണയുള്ളവനും കൃപയുള്ളവനും जो व्यक्ति के पास करुणा और कृपा है, ഇന്ന് യേശു എന്ന നാമമുള്ളവൻ, जिसका नाम यीशु मसीह है, യേശുവിന്റെ കുഞ്ഞ്, ദൈവത്തിന്റെ കുഞ്ഞാണായവൻ जो यीशु मसीह का जो परमेश्वर का मेमना था, കടന്നു വന്നിരിക്കുന്നത് आज जो आया है നിന്നെ വിടുവിക്കാൻ തന്നെയാണ്. आपको बचाने के लिए आया है. അപ്പൊ യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. यीशु ने उससे एक सवाल पूछा. ഈ പാരാലിസിസ് എന്ന് പറയുന്നത് ഒരു മെന്റാലിറ്റിയാണ്. लकवा जो रोग है वो एक मानसिकता भी है. ഞാൻ വിശ്വസിക്കുന്ന യേശു ചോദിക്കുന്ന നിനക്ക് ആ ഒരു സിമ്പിൾ സൗഖ്യം മാത്രമല്ല യേശു ചോദിച്ചത്. यीशु ने उससे एक साधारण चंगाई के बारे में बात नहीं की. നിന്റെ ഈ മാനസികാവസ്ഥ മാറ്റാൻ തയ്യാറാവുന്നു. क्या तुम अपनी मानसिकता को, अपनी मेंटालिटी को बदलने के लिए रेडी हो? പലരും ഇന്ന് 38 ആണ്ട് രോഗം ബാധിച്ചവനെ പോലെ. कई सारे लोग 38 साल तक रोग से ग्रसित लोग के समान हैं. പുള്ളിക്കാരൻ പറയുന്ന മറുപടി കേട്ടോ. उसका जवाब जरा ध्यान दीजिएगा. 7-ാം വാക്യം, 7वां आयत. യോഹന്നാൻ 5:7. എനിക്ക് ആരുമില്ല. वो कहता है मेरे पास कोई नहीं है. ഞാൻ വിശ്വസിക്കുന്നു, मैं विश्वास करता हूँ, നമ്മൾ ഒരു 5-6 മണിക്കൂർ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്താൽ കൂടെ ഇരിക്കുന്നവരോടൊക്കെ ഒന്ന് പരിചയപ്പെടും. എന്തോ പേര്, ഏതാ എന്നൊക്കെ ചോദിക്കും. हम जब 5-6 घंटे यात्रा करते हैं तो आसपास के लोगों से हम परिचित होते हैं कि आपका नाम क्या है, क्या, कहाँ से हो. 38 വർഷം താമസിച്ചിട്ട് കൂടെ ഉള്ളവരുടെ പേര് അറിയത്തില്ല പുള്ളി. 38 साल तक वो रहा और उसके साथ कोई साथी नहीं था. അപ്പൊ അദ്ദേഹത്തിന് പറയാൻ പറ്റും, സഹോദരൻ അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോ എന്നെ അങ്ങ് ഇറക്കുക, അതിനുശേഷം പിന്നീട് ഞാൻ നിന്നെ ഇറക്കാം. हो सकता है उसने किसी से बोला होगा, यार देख यार ऐसे करता है कि पहले तू गिर, फिर तू मुझे बचाकर तू मुझे गिरा दियो.
അതിനുശേഷം ഞാൻ നിന്നെ സഹായിക്കാം. उसके बाद मैं तेरी सहायता करूंगा. പക്ഷെ ഇതിനത് ആവശ്യമില്ല. पर इसको उसकी जरूरत नहीं पड़ी, കാര്യം ഉരുണ്ടുരുണ്ടുരുണ്ട് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. क्योंकि लपेट लपेट कर ऐसे लुढ़क लुढ़क कर പക്ഷെ उसको ഇന്നൊരു अच्छा लगने വ്യത്യാസം लगा. സംഭവിച്ചിരിക്കുകയാണ്. परंतु आज उसमें एक चीज हो रखा है. യേശു ചോദിക്കുന്നു, यीशु उससे पूछता है, നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? क्या तू ये विश्वास करने के लिए तैयार है? I believe the divine power and the voice of Jesus touched his heart. उसके दिव्य वाणी उसके गलों को, उसके दिलों को छूने लगे അവനാകെ അന്താളിച്ചു പോയി. और वो चौंक गया था उस वक्त. അവൻ അവന്റെ അവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞു. उसने अपने अवस्था को खुलकर बताया. അവന്റെ അവസ്ഥ കണ്ടപ്പോ യേശു പറഞ്ഞു, उसका अवस्था देखकर यीशु ने कहा, കിടക്കെടുത്ത് നടക്ക് സഹോദരാ. अपने खाट उठा के चल. അവൻ അങ്ങ് ഇടിച്ചു. और वो उठाया അവൻ അങ്ങ് നടന്നു. और वो चला. അവൻ എന്നിട്ട് പറഞ്ഞു, और उसने कहा, യേശുവിനെ സൗഖ്യമാക്കി. यीशु ने मुझे छुटकारा दिया. Tonight Jesus is here. और वो परमेश्वर आज यहाँ पर है. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവ് പുറപ്പെടുകയാണ്. विश्वास करने वालों के अंदर से जीवन का जल का അത് स्रोत आता है. വെളിപ്പെടുന്നത് സൗഖ്യമായിട്ടാണ്. और वो बाहर आता है അത് चंगाई से. വെളിപ്പെടുന്നത് വിടുതലായിട്ടാണ്. और वो छुटकारा होके बाहर आता അത് है. വെളിപ്പെടുന്നത് നിന്റെ മാനസികാവസ്ഥയുടെ മാറ്റമായിട്ടാണ്. आपकी मानसिकता का बदलावट में बाहर അത് आता है. വെളിപ്പെടുന്നത് നിന്റെ ഭയത്തെ മാറ്റിയിട്ടാണ്. आपका भय को हटाकर बाहर आता അത് है. വെളിപ്പെടുന്നത് നിന്റെ നിന്ദയെ മാറ്റിയിട്ടാണ്. आपके शर्म को हटाकर बाहर आता है. അത് വെളിപ്പെടുന്നത് നിന്റെ ഡ്രൈനെസ്സിനെ മാറ്റിയിട്ടാണ്. आपके सूखापन को हटाकर आता അത് है. വെളിപ്പെടുന്നത് നിന്റെ പിന്മാറ്റത്തെ മാറ്റിയിട്ടാണ്. आपके पिछले जाने वाली अवस्था को हटाकर आता है. ഹല്ലേലൂയ. आमेन. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, रोमियो को पत्री 10 का 9-10 में ये बताते कि यदि ദൈവം അവനെ മരിച്ചെന്ന് വിശ്വസിച്ചാൽ यीशु उद्धार है कर और उसको मृतकों से जिलाया है നീ करके രക്ഷിക്കപ്പെടും സഹോദര. आपको उद्धार मिलेगा. यदि आप നീ बोलोगे तो രക്ഷിക്കപ്പെടും സഹോദരി. आपको उद्धार मिलेगा. अगर आप बोलोगे तो എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ यदि आज यहाँ पर ऐसा कोई भी व्यक्ति आया है ഒരു तो അവസരം കർത്താവ് തരികയാ. ये एक अवसर परमेश्वर आपको दे रहा है. യേശു ജീവിക്കുന്നു. यीशु जिंदा खुदा है ആ യേശു ജീവിക്കുന്നുവെന്ന് और वो जिंदा खुदा यहाँ है करके ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, दिल से विश्वास कर मुंह से बोलोगे तो ആ ശമരിയക്കാരി സ്ത്രീയുടെ പാപത്തെ മാറ്റി യേശു जो यीशु ने सामान्य स्त्री का पाप को हटाया था, നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ തയ്യാറാണ്. आपके पाप को भी क्षमा करने के लिए तैयार है. നിന്റെ അരക്ഷിതാവസ്ഥ ഏറ്റു പറഞ്ഞാൽ, आपकी यदि अनाज्ञाकारिता, आपकी अंगीकार ना करने का अवस्था को 38 ആണ്ട് രോഗം ബാധിച്ചവനെ സൗഖ്യമാക്കി യേശുവിനെ സൗഖ്യമാക്കാൻ തയ്യാറാണ്. 38 साल तक रोग से ग्रसित चंगा किया हुआ यीशु से ही होगा वो. എന്നാൽ അതിന് നീ ഒരു മനസ്സ് വെക്കണം. परंतु उसके लिए आपको मन बनाना पड़ेगा. ആവർത്തന പുസ്തകം 2:14 ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. व्यवस्था विवरण 4 के 2 में 2:14 കാദേശ് ബർണിയയിൽ നിന്ന് 2 का 14 में ऐसा बताया गया है कि कादेश बरना से until the brook of Sereth, സരദ് ബ്രൂക്ക് വരെ जरद के नदी के तट तक 38 വർഷം. 38 साल बीत गए. അപ്പൊ ഈ 38 എന്നുള്ള ആ നമ്പർ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. जब मैं 38 अंक सुनता हूं तो मैं एक चीज सोचता हूं. 38 വർഷത്തെ ഒരു വിൽഡർനെസ് ജേണി ആയിരുന്നു ഇങ്ങർക്ക്. 38 साल का एक मरुस्थल से गुजरा हुआ सफर था इनका. അന്ന് രാത്രി തീരാൻ പോവുകയാണ്. और उस दिन वो खत्म होने वाला था. അന്ന് അവന്റെ യോർദാൻ നദി പിളരാൻ പോവുകയാണ്. उस दिन उसका योर्दान का तट 2 भाग होने वाला था. അന്ന് അവന്റെ എരിഹോ കോട്ട തഴന്നു വീരാൻ उस दिन പോവുകയാണ്. उसका यरीहो का फाटक गिरने वाला था. അന്ന് അവന്റെ വാഗ്ദത്ത നാട് ലഭിക്കാൻ उस പോവുകയാണ്. दिन वो अपने वायदा के देश में प्रवेश करने वाला था. ഇന്ന് രാത്രികാലം യേശു നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. आज रात यीशु आपके जीवन में कुछ करना चाहता है. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. हम लोग एक क्षण मिलकर प्रार्थना करने वाले हैं. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? क्या तू चंगा होना चाहता है? നിന്റെ മനസ്സിന്റെ അവസ്ഥയെ മാറ്റുവാൻ തയ്യാറാണോ? तेरे मन की अवस्था को बदला करने के लिए तैयार है क्या? ഇന്നത്തെ ദിവസം യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറാണോ? आज का दिन क्या यीशु को स्वीकार करने के लिए तैयार हो क्या? He is the Lamb of God. वो परमेश्वर का मेमना है. He is the Lion of Judah. वो यहूदा का सिम है. ഓ യേശുവേ വേഗം വരണമേ. हे यीशु तू शीघ्र आ. യേശുവിലേക്ക് വേഗം വരണമേ. और तुम यीशु की और शीघ्र जाओ. Come Lord Jesus. हे यीशु मसीह तू जल्दी आ. Come to Lord Jesus. और यीशु मसीह के पास तू जल्दी जा. യേശു വിളിക്കുന്നു. और यीशु आपको बुला रहा है. ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടും. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. എല്ലാവരും ഇത് കേട്ട ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രത്യാശ ഉണരട്ടെ. ഭാരിച്ച ദുഃഖത്താൽ സോങ് നമ്പർ 20 പാഠപുസ്തകത്തിൽ ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു
ആറുതൽ പേടും ഞാൻ നേരോട് ജീവിച്ച് ആറുതൽ പേടും ഞാൻ തീരുവൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ തീരുവൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ കഷ്ടതയാകലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടതയാകലും കരങ്ങളെ അടിച്ച് പവനമായി നിൽക്കാതെ ദുഃഖം വിലാപവും നമ്മെ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടുകുടുംബക്കാർ തിട്ടമായി വിട്ടിടും കൂട്ടു സഹോദരർ ഭ്രഷ്ടരായി തള്ളിയിടും കൂട്ടു സഹോദരർ ഭ്രഷ്ടരായി തള്ളിയിടും തീരുവൻ ദുഃഖം വിലാപം കാരണം എല്ലാവരും സ്വർഗവേഗം ആമേ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും സ്വർഗവേഗം ഹല്ലേലൂയ ഓ എന്തു മനോഹരം എന്താ ചിന്തിക്കുകിൽ എന്തു മനോഹരം സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും സന്തോഷദേശമേ നിന്നിൽ ഞാൻ വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ യോദ്ധാവിനക്കരെ സ്വാഗത സംഘത്തെ യോദ്ധാവിനക്കരെ സ്വാഗത സംഘത്തെ ആമേ തീരും ചേരും ഞാൻ സ്വർഗവേഗം ആമേ തീരും വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഓ ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി കോട്ടാമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും ഓ കോട്ടാമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും ആമേ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ രാജാ മൂടി ചൂടി രാജാതിരാജനെ രാജാ മൂടി ചൂടി രാജാതിരാജനെ ആലിംഗനം ചെയ്യും ആലിംഗനം ചെയ്യും ഓ ഹല്ലേലൂയ ഓ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ തീരുവൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ആമേ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ തീരുവൻ ദുഃഖം വിലാപം ആമേ ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ റിമനഗടഗസ്യ ആമേൻ തീരുവൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ സാൻസോടെ പാടിക്കുക തീരും ഇവിടെ പറഞ്ഞത് കേട്ടോ നമ്മുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ഒന്നുകൂടെ പാടാം തീരുമൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ ഗോഡ് ബ്ലെസ് യു പ്രാർത്ഥിക്കാം സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ രാത്രികാലം തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ യഹൂദയുടെ സിംഹമായവൻ ദ ലാംബ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കുഞ്ഞാടായവൻ
ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുക്കുന്ന ചില ജീവിതങ്ങൾ വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. പാപത്തിൻ്റെ അവസ്ഥകളെ പൊട്ടിച്ചിരിക്കാൻ സ്തോത്രം. പിശാചിൻ്റെ മുദ്രകളെ മാറ്റപ്പെട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നുകം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിൻ്റെ നുകം, പാപത്തിൻ്റെ നുകം, ജഡത്തിൻ്റെ നുകം തകർക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുമാറാകണം. അങ്ങയുടെ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നാളത്തെ ദിവസം എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടങ്ങിപ്പോകുമ്പോൾ യാത്രകളിൽ കൂടെ ഇരിക്കണം. വീണ്ടും കാണും വരെ ഞങ്ങളുടെ കൃപയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ വീണ്ടും 6 മണിക്ക് തന്നെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രിയ ദേവദാസനും കുട്ടനും ഗാനാലാപനത്തിൽ നമ്മുടെ കൂടെയുണ്ട്. നാളത്തെ ദിവസം ഗുഡ് ഷെപ്പേർഡ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബിജോ ബി ജേക്കബ് ജോർജ് വചനത്തിൽ നിന്ന് ഘോഷിക്കുന്നതായിരിക്കും. വെൽക്കം എവ്രിബഡി. ഹല്ലേലൂയ. പാട്ട് പുസ്തകം